അമ്മയാണെന്ന് പറഞ്ഞപ്പോൾ നീ പറയുന്നുണ്ടായിരുന്നു അനുമോളുടെ PR ജനങ്ങളാണെന്ന്, എന്തോ സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന പോലെ. എന്നിട്ട് കുറച്ച് ഒരു റിയാക്ഷൻ വീഡിയോ മെയിനായിട്ട് കണ്ട ആ പുള്ളിയുടെയാണ് റിയാക്ഷൻ വീഡിയോ കണ്ടു ഞാൻ. നിങ്ങൾ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം എന്താണ് ഈ PR എന്ന് പറയുമ്പോൾ എന്തിനാണ് PR വർക്ക് ചെയ്തു എന്ന് പറയുന്നതിൽ ഒരു തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അനുമോളിനെ അംഗീകരിക്കുന്നുണ്ടല്ലോ വിജയ്. ഒരു PR കൊണ്ട് മാത്രം ഒരു വിന്നർ ഉണ്ടാവില്ല. ഒരു PR എല്ലാവർക്കും നമസ്കാരം. വളരെയധികം സങ്കടത്തോടെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എൻ്റെ സങ്കടത്തിൽ എല്ലാവരും പങ്കുചേരുക. വേറൊന്നുമില്ല, നമ്മുടെ ബിഗ് ബോസ് താരമായിട്ടുള്ള ജിഷിൻ ചേട്ടായി എനിക്കൊരു മറുപടി വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ ഇന്നലെ അമ്മയെ ചേച്ചി വന്ന ആ ഒരു ഊർജവും ഒരു പൗരുഷത്വവും ഒന്നും നമ്മുടെ ജിഷിൻ ചേട്ടായിൽ എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല. ആള് രണ്ടെണ്ണം അടിച്ചിട്ടിരിക്കുന്ന പോലെയാണ്. ഈ സെറ്റപ്പിലാണ് ഇത് സംസാരിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിച്ചുകൊണ്ടിരിക്കണം നല്ല കേട്ടാൻ പറഞ്ഞ വെറുതെ പറഞ്ഞാണ്. ഇനി നാളെ ഇതിന്റെ പേര് പിടിച്ചും കൊണ്ട് ജിഷിനെണ്ണം വരും. എന്താടാ ഞാൻ അടിച്ചിട്ടിരിക്കുന്നത് കണ്ടാടാ എന്നും പറഞ്ഞൊന്നും വന്നതല്ല. അണ്ണന്റെ മറുപടിയിലൊന്നും നമുക്ക് മറുപടി തരാനുള്ള ത്രാണിയില്ല. അണ്ണനൊക്കെ വേറെ ലെവല്. നിങ്ങളൊക്കെ ആക്ടർ ആ എന്താ മാതിരി സെലിബ്രിറ്റി ടാസ്കിൽ നിൽക്കുന്ന ആൾക്കാർ. നമ്മളൊക്കെ എവിടെയാണ്? നമ്മളൊക്കെ പാവം. നമ്മുടെ അമ്മയ ചേച്ചി പറഞ്ഞ പോലെ പാൽക്കുപ്പി. അമ്മയ ചേച്ചി എനിക്ക് മെസ്സേജ് ചെയ്യാണ് പാൽക്കുപ്പിയാണെന്ന്. പാൽക്കുപ്പി വിഷമുണ്ട് ചേച്ചിയെ സങ്കടമുണ്ട് ചേച്ചി. എന്തായാലും ജിഷിൻ ചേട്ടായി മറുപടിയുമായിട്ട് വന്നിട്ടുണ്ട്. മറുപടി നിങ്ങളെല്ലാരും കാണുക. അണ്ണാൻ പറയുന്നത് ഒരുമാതിരി എന്നെനിക്ക് തോന്നിയ സ്ഥിതിക്ക് നിങ്ങൾക്ക് തോന്നണമല്ലോ. കണ്ടു നോക്കാം. ഐശ്വര്യമായിട്ട് തുടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. പിന്നെ ബിഗ് ബോസ് കഴിഞ്ഞ ശേഷം ഞാൻ ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. നന്നായി. ആ ഇന്റർവ്യൂ കാരണമാണ് ഏറിപ്പോയത്. അത് എടുത്തു വെച്ച് പറഞ്ഞവരായിപ്പോ കുറ്റക്കാര്. ഒരു ഇന്റർവ്യൂ കൊടുക്കുമ്പോൾ അതിനൊരു അഭിപ്രായങ്ങൾ നാട്ടുകാർ പറയാൻ തുടങ്ങും. പ്രത്യേകിച്ച് ആ ഇന്റർവ്യൂ കണ്ട ഒരു മനുഷ്യൻ പോലും പറഞ്ഞിട്ടില്ല. നിങ്ങൾ ഇൻഡയറക്ട്ലി ഇട്ട് കുത്തിയിട്ടുള്ള മൊത്തം അനുമോളം തന്നെയാണ്. അത് കേൾക്കുന്നവർക്കും കാണുന്നവർക്കും വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും അണ്ണ ഇന്റർവ്യൂ കൊടുത്തല്ല. അണ്ണ ഇന്റർവ്യൂ ഇട്ട് പട്ടിയിട്ട് കേൾക്കട്ടെ. ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ കുറച്ച് കഴിഞ്ഞിട്ടാണ് കൊടുത്തത്. എന്ന് വെച്ചാല് ഈ പറയുന്ന എനിക്കൊരു പനിയൊക്കെ വന്നിട്ട് അങ്ങനെ കുറച്ചാണ്. അതൊക്കെ എന്ത് പനിയൊക്കെ വരുമ്പോ ഞാൻ പനിയോടെ ഇരുന്നും കൊണ്ട് റിവ്യൂ ചെയ്യുന്ന ചരിത്രമാണ്. ഈ പനിയായിട്ടിരുന്ന സമയത്ത് ബിഗ് ബോസ് നടക്കുകയാണ്. ആ സമയത്ത് വിട്ട് ഞാൻ 3, 4, 5 വീഡിയോ. അതാണടാ മക്കളെ ഞാൻ എന്റെ ഡെഡിക്കേഷൻ ലെവൽ കഴിഞ്ഞിട്ടാണ് എനിക്ക് കൊടുക്കാൻ വേണ്ടി പറ്റിയത്. ഇത് കൊടുത്തു കഴിഞ്ഞപ്പോ ഉണ്ടല്ലോ കുറച്ച് യൂട്യൂബേഴ്സ് വന്നിട്ട് എന്നെ മാത്രം ബ്ലോഗ്സ് ആണ് ഇവരൊക്കെ വന്നിട്ട് കുറച്ച് ഒരു റിയാക്ഷൻ വീഡിയോ മെയിനായിട്ട് കണ്ട ആ പുള്ളിയുടെയാണ് റിയാക്ഷൻ വീഡിയോ കണ്ടു. ജിഷിൻ ചേട്ടായി നിങ്ങൾ നമ്മളെയൊക്കെ പറ്റിയിട്ട് പറയുന്നു, നമ്മളെയൊക്കെ വീഡിയോ കാണുന്നു, അഭിമാനം തോന്നുന്നു. പിന്നെ അഭിമാനിക്കാൻ പറ്റിയ ജാതന അല്ലേ? നിങ്ങൾ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം മനസ്സിലാവാത്താണെങ്കിൽ പിന്നെ പറയാമെന്ന് എന്തിനാ? മനസ്സിലായെങ്കിൽ പറ. മനസ്സിലാവാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്? പറയണേ. എന്താണ് ഈ PR എന്ന് പറയുമ്പോൾ എന്തിനാണ് നിങ്ങൾ എല്ലാവരും അപ്പൊ തന്നെ കെട്ടിപ്പൊരുക്കി അനിന്റെ മേലോട്ട് പോകുന്നത്? ഇപ്പൊ നമ്മളായ ഇത് കൊള്ളാലോ. നിങ്ങളല്ലേ PR എന്ന് പറഞ്ഞുകൊണ്ട് അനുമോളുടെ മേലെത്തിട്ടത്. എന്നിട്ട് ഇപ്പൊ നമ്മളെല്ലാം കൂടി കെട്ടിയെടുത്തിട്ട് അവളെടുത്ത് പോയെന്നായ ഇത് കൊള്ളാലോ. ഇപ്പൊ എങ്ങനെ ഇരിക്കണ്? അണ്ണൻ കൊള്ളാം കേട്ടോ. അണ്ണൻ നേരെ എല്ലാം വളച്ചടിച്ച് ഉൾട്ടടിച്ച് തിരിച്ചു വെച്ചിട്ടിരിക്കണ്. ഓഹോ, നല്ലവനായ ഉണ്ണിയായിരുന്നല്ലേ. മനസ്സിലാവുന്നില്ല. കാണിച്ചു കിട്ടുന്നത് അണ്ണ 2 പ്രാവശ്യം എന്റെ പേരെടുത്ത് പറ. അതിൽ വ്ളോഗ്സ് അങ്ങനെ പറ. എങ്കിലല്ലേ നമുക്ക് 10 റീച്ച് അണ്ണന്റെ വക കിട്ടത്തുള്ളൂ. നമ്മള് 10 ആളെ റീട്ടെണ്ണ. ബിഗ് ബോസ് താരമൊക്കെ നമ്മളെ പേരൊക്കെ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ കാര്യമോ? ഉപ്പിലിട്ടതുപോലെ അവസ്ഥ. ഇത് മുളവിലിട്ട അവസ്ഥയാ. പിന്നെ സംസാരിക്കുന്ന രീതിയില്ല നിങ്ങൾക്ക്. ഒരാളെ പറ്റി സംസാരിക്കുമ്പോൾ കുറച്ചൊക്കെ റെസ്പെക്ട് കൊടുത്തിട്ട് സംസാരിക്കാൻ പഠിക്കും. അങ്ങനെ ഞാൻ BCom ഫസ്റ്റ് ക്ലാസ് അണ്ണ. അവിടെ റെസ്പെക്ട് ചെയ്തിട്ട് പഠിപ്പിച്ചില്ല എന്നെ. ഞാൻ പിന്നെ എന്റേതായ രീതിയിൽ എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ പറയും. പിന്നെ അണ്ണൻ പറയുന്ന പോലെ ഈ റെസ്പെക്ട് എന്ന് പറയുന്ന സാധനം അണ്ണന്റെ ഭാര്യനെ പറ്റിട്ട് പറഞ്ഞിട്ടുള്ള കണ്ടു കാണുമല്ലോ. പിങ്ങും നെഞ്ചടക്കം ആ അവസ്ഥയാണ്. അതുകൊണ്ട് റെസ്പെക്ട് എന്ന് പറയുന്നത് ആ ഭാഗത്തുനിന്ന് എനിക്ക് ഇങ്ങോട്ട് നന്നായിട്ടൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ ഞാൻ അങ്ങോട്ട് തന്നത് ഞാൻ ഉള്ള കാര്യമാണ് പറഞ്ഞത്. പിന്നെ ഇമാതിരി നാറി വർത്തമാനം വന്നിരുന്ന് പറഞ്ഞ് ഞാൻ അമ്മാതിരി രീതിയിലേ സംസാരിക്കത്തുള്ളൂ. ഞാൻ മര്യാദയ്ക്ക് എത്ര പേരെ സപ്പോർട്ട് ചെയ്തിട്ട് റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ഊള വർത്തമാനങ്ങൾ പറയാത്തവരെ. എന്നാൽ ഇമാതിരി ഊള ചെറ്റ വർത്തമാനങ്ങൾ വന്നിരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ രീതിയിലേ കൊടുക്കത്തുള്ളൂ മറുപടി. അല്ലാണ്ട് നമുക്ക് ഈ വൈറ്റ് വാഷ് അടിച്ചും പുറകിൽ നിന്ന് ഒരു മറ്റേ എന്തോ ഒരു സാധനം ഉണ്ടല്ലോ, ആ സാധനം ഷുഗർ കോട്ടൊക്കെ ഒന്നും അടിച്ച് നമുക്ക് സംസാരിക്കാൻ അറിയത്തില്ല. നമ്മൾ നേരെ പോരാ, നേരെ വാ, റൈറ്റ്.
ആ രീതിയിലാണ്. അത് കുറെ പേർക്കൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും, കുറെ പേർക്കൊന്നും എന്റെ സംസാരം പിടിക്കത്തില്ല. അത് സത്യമായിട്ട് തുറന്ന് അതേപോലെ പറയുന്നതുകൊണ്ട് കുറെ വിമർശനങ്ങളുണ്ട്. നമ്മൾ താങ്ങൂടെ, നമ്മളിതെല്ലാം തേക്കാനാണല്ലോ ഈ ജീവിതം ബാക്കി. എത്ര കാലം ഈ ഭൂമിയിൽ ഉണ്ടാവുമെന്ന് അറിയില്ല. പക്ഷെ എൻ്റെ കണ്ണിൽ കാണുന്ന അപരാധങ്ങളെല്ലാം ഞാൻ വിളിച്ചു പറയും. അത് അത്രയേ ഉള്ളൂ. ഉള്ള കാലം അത്രയും പറഞ്ഞിട്ടിരിക്കും. അതുമായി ബന്ധപ്പെട്ട് ഞാൻ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്, നൂല് വിട്ട പമ്പരം പോലെ. ഓക്കെ, അണ്ണന് കാര്യം പിടിയിട്ടില്ല. പിന്നെ എൻ്റെ ഭാഷാശക്തിയെ പറ്റിയിട്ട് അണ്ണൻ പറയുകയാണെങ്കിൽ ആദ്യം അമ്മയെ ചേച്ചിയെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി. ചേച്ചി എന്നെ പറ്റിയിട്ട് എന്നെ അപരാധങ്ങളാണ് വിളിച്ച് പറഞ്ഞ് ഞാൻ എന്നെ പണി വെച്ചിരിക്കും. ഞാൻ ചേച്ചി എന്തെങ്കിലും ഇതിൽ വലിച്ചിട്ടില്ല. പക്ഷെ ചേച്ചി ചേട്ടന് വേണ്ടിയിട്ട് എന്നെ അപരാധം പറഞ്ഞു. പിന്നെ ചേച്ചി എന്റെ ലെവലിൽ ഇറങ്ങി വന്നിട്ടാണ് പറഞ്ഞെന്നാണ് പറഞ്ഞു. ഏത് ലെവലിൽ ഇറങ്ങി വന്നാലും ചേച്ചി പറയേണ്ടതൊക്കെ പറഞ്ഞല്ല. അതുകൊണ്ട് രണ്ടും വെട്ടിപ്പോവും. ഇനിയില്ലേ ചൊല്ലി. ഇങ്ങനെയൊക്കെയാണോ ഓരോ യൂട്യൂബിൽ നമുക്ക് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത്? ഇങ്ങനെയും ചെയ്യാം. എല്ലാവരും അവരുടേതായ സ്റ്റൈലുകളില്ല അണ്ണ. ഇതെന്റെ സ്റ്റൈല് എന്താ മാതിരി. എല്ലാവരും അവരുടേതായ സ്റ്റൈലുകൾ. ഇപ്പം എല്ലാവരും ചിലപ്പോൾ ഷുഗർ കോട്ട് അടിച്ചൊക്കെ സംസാരിക്കും. എനിക്ക് ആ ഷുഗർ കോട്ടൊന്നുമില്ല. ഞാൻ വല്ലാതെ ഓലയൊക്കെ വിളിച്ച് വരച്ചിട്ട് പോകും. ഒരാളടുത്ത് വളരെ മര്യാദക്ക് മാന്യമായിട്ടൊക്കെ നിങ്ങൾക്ക് ഇത് ചെയ്യാലോ, റിയാക്ഷൻ വീഡിയോ ചെയ്യാലോ. ഞാൻ ഇതിന് ക്ലാസ് ഒന്നും പ്രത്യേകിച്ച് എന്നാ പോയിട്ടില്ല. ഞാൻ ഒരു വിഷയം വരുമ്പോൾ എനിക്ക് ശരിയെന്ന് തോന്നുന്നു നമ്മളെ നാടൻ രീതിയിൽ അങ്ങ് പറയും. നമ്മൾ സാധാരണ സംസാരിക്കുന്ന പോലെ അങ്ങ് പറയും. അല്ലാണ്ട് വലിയ ആൾക്കാരെ പോലെ ഒന്നിരുന്ന് വാച്ഛാധുര്യമോ ഒന്നും പറഞ്ഞ് ഷുഗർ കോട്ട് അടിച്ച് വലിയ നന്മമരം കളിച്ച് വലിയ നല്ലവൻ ചമഞ്ഞ് എനിക്കതിന്റെ ആവശ്യമൊന്നുമില്ല. തെറ്റ് കണ്ട തെറ്റെന്ന് പറയാം, അവരാതം കണ്ട അവരാതെന്ന് പറയും. ഇത്രയേ ഉള്ളൂ. പറയുന്ന ഗോപ്രോ മച്ച അങ്ങനെ വയസ്സാം കാലത്ത് ഇനി ഇമാതിരി എന്നെ പോലെ ഒന്നും സംസാരിക്കാൻ പോകുന്നില്ല. ചിലപ്പോൾ വയസ്സാം കാലത്ത് ഞാൻ നന്നാവണ്ട, അതുവരെ വെയിറ്റ് ചെയ്യണ്ട, നോക്ക്. അല്ലാണ്ട് ഇപ്പോഴെന്റെ ഈ തിളക്കണ പ്രായമാണ്. ഇപ്രായം ഞാൻ നന്നാവത്തില്ല. ആ ചേട്ടനൊക്കെ എന്ത് മാന്യമായിട്ടാണ് പറയുന്നത്. ഗോപ്രവച്ചന്റെ വിയാറാണല്ലേ. പൊള്ളു അല്ലേ അങ്ങനെ പറയുമ്പോ? പൊള്ളണം. ഞാൻ ഓൾവേസ് ഈ വിമർശനം ഇതൊക്കെ എപ്പോഴും ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരാളാണ്. പിന്നെ എന്തിനു വന്നിരുന്നു ഇങ്ങനെ മോങ്ങണത്? എല്ലാം അക്സെപ്റ്റ് ചെയ്തെങ്കിൽ ഉണ്ടായിരിക്കണം. എന്തിനു വന്നിരുന്ന് മോങ്ങുന്നു ജിഷൻ അണ്ണാൻ ഒരു ഊർജ്ജമല്ല കേട്ടോ. അറ്റ്ലീസ്റ്റ് എനിക്ക് മറുപടി തരുമ്പം നമ്മുടെ അമ്മയെ ചേച്ചി നിന്നതുപോലെ നില്ല്, കട്ടക്ക് ദില്ലായിട്ട് നില്ല്. ഇതൊരു ഗുമ്മില്ല. എന്ത് ഇത്? ഈ വിമർശിച്ചു കഴിഞ്ഞാലേ നമുക്ക് നമ്മുടെ തെറ്റുകളൊക്കെ തിരുത്തിയിട്ടൊക്കെ പോകാൻ വേണ്ടി പറ്റും. അപ്പൊ തെറ്റുകളാണ് ചെയ്യുന്നതെന്നൊക്കെ മനസ്സിലാവുന്നുണ്ടല്ലേ? അതാണ്. അണ്ണൻ വേറെ സ്റ്റേറ്റ്മെന്റ് അടിച്ചിട്ടുണ്ടായിരുന്നു. മറ്റേ ബിഗ് ബോസ് കാണുന്ന അമ്മമാരൊന്നും വോട്ട് ചെയ്യില്ലെന്ന്. പിന്നെ മറ്റേ പഞ്ചായത്തിൽ നിന്ന് വിളിച്ചോണ്ട് വന്നതാ വോട്ട് ചെയ്യാനായിട്ട്. അതിന് ഒരു ഷാരി പറയുന്നുണ്ട്, കണ്ട്. എന്നാലും അണ്ണൻ കാണിക്കുന്ന അപരാധങ്ങൾ നമ്മൾ കാണിക്കുന്ന കുഞ്ഞവതരം ഓഹോ. പക്ഷെ ഒരു വീഡിയോ കണ്ടിട്ട് അതിന്റെ ഒരു ഇന്റർവ്യൂ കണ്ടിട്ട് അതിൽ നിന്ന് എന്താ പറയാ, എന്താണ് ഞാൻ പറഞ്ഞത് അതല്ലാതെ അത് വേറൊരു തരത്തിലേക്ക് എടുത്തിട്ട് അണ്ണ മിണ്ടല്ലേ ഞാൻ മണ്ണ് വാരി അറിയും. നിങ്ങൾ പറഞ്ഞത് നമ്മളെ കണ്ടതാണ് ഇന്റർവ്യൂ. ഒന്നുകിൽ അത് അണ്ണ പറ്റിപ്പോയെന്നെങ്കിലും പറ, അല്ലാണ്ട് ചുമ്മാ അപരാധം വിളിച്ചു പറഞ്ഞാൽ മണ്ണ് വാരി അറിയും. സീരിയസിൽ വേണം, കൂട്ടത്തിൽ ചാണകം പറക്കി അറിയും. മറ്റേടത്ത് വർത്താനം പറയണം. ഈ ആനിമൽ ഈ PR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടില്ല, ഭാരതം എന്ന് കേട്ടാൽ അണ്ണ നില്ല്. അണ്ണന്റെ ഭാര്യ വന്നിട്ട് പറഞ്ഞ ഒരു കമന്റ് ഉണ്ട്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ വെച്ചിട്ടുണ്ട്. വേറെ ഒന്നുമില്ല. അണ്ണന്റെ ഭാര്യ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ താങ്ങി നടക്കണമെങ്കിൽ താങ്ങി നടന്നോ എന്ന്. അനുമോളെ താങ്ങി നടക്കണമെങ്കിൽ താങ്ങി നടന്നോളാനാണ് അണ്ണന്റെ ഭാര്യ പറഞ്ഞത്. ചേച്ചി എടുത്തൊന്ന് ചോദിച്ചു നോക്ക്. ചേച്ചി സത്യമായിട്ട് അമ്മച്ചാണോ കമന്റിട്ട്? ഇമ്മല്ലേ കാര്യമായിട്ട് തിളക്കണം ചോര ഞരമ്പുകളും എന്നൊക്കെ പറയുമ്പോ എന്തോന്നടേ അണ്ണൻ പറയണം. അണ്ണൻ ഞാൻ ന്യായത്തിന്റെ പക്ഷത്ത് നിന്നല്ലേ സംസാരിച്ച. ആ പിഴാവൻ പെണ്ണിനായിട്ട് എല്ലാം കൂടി വളഞ്ഞിട്ട് ആക്രമിച്ചതിനെയൊക്കെ പറ്റിയിട്ട് അണ്ണനെ പോലെയുള്ളവർ വന്നിട്ട് പിയാറ് പറഞ്ഞപ്പോൾ അതിനെയൊക്കെ പറ്റിയിട്ടല്ല അണ്ണ സംസാരിച്ച. അല്ല ചോരത്തിളപ്പ് തിളയ്ക്കാനെന്ന് നമ്മളെ പ്രായം കഴിഞ്ഞെന്നാ. നമ്മൾ അന്നും ഇന്നും ഒറ്റ ഫാനേ ഉള്ളൂ, വിജയ് ഫാൻ, ദളപതി ഫാൻ. അല്ലാണ്ട് ബാക്കി ആരുടെ ഫാനൊന്നുമല്ല. ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ പറയും, തെറ്റെന്ന് തോന്നുന്ന കാര്യങ്ങളും പറയും. അത് പനിമുള്ള തെറ്റ് കണ്ടാലും പറയും, ശരി കണ്ടാലും പറയും. അണ്ണൻ കൊടന്ന് ചോര തിളയ്ക്കാതെ എന്തിനാ ഇത്? പിന്നെ PR എന്ന് കേട്ടാൽ അപ്പൊ തന്നെ അനുമോൾ കയറി പറയണം എന്നുള്ളത് തന്നെയാണോ നിങ്ങളുടെയൊക്കെ അജണ്ട? മനസ്സിലാവും. അണ്ണൻ അണ്ണൻ യാത് അജിജ എന്ന് പറയണത് അറിഞ്ഞൂടാത്തോണ്ട് ചോദിക്കുക. ഇപ്പൊ പറയാം അണ്ണന്റെ ഫാൻസ് എല്ലാം കൂടി എന്നെ ഇപ്പൊ ഒന്ന് പൊങ്കാലിടും. ഈ ജീവിതം ഇനിയും ബാക്കി ഇത് എന്തിനാണ് ആ പെണ്ണ് അത് ഇതിനിടയിൽ വലിച്ചെടുക്കേണ്ട ആവശ്യം എന്താണ്? ഞാൻ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അവിടെ പേര് പറഞ്ഞിട്ടുണ്ടോ? പേര് പറയണ്ട അണ്ണ, നിങ്ങളെ ചൂണ്ടിക്കാണിച്ചു തരും. മറ്റേ ഞാൻ ഇതിപ്പോ പേര് പറഞ്ഞല്ലോ, തുപ്പി കാണിച്ചെന്ന് പറയുന്ന പോലത്തെ അവസ്ഥയാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത്. അണ്ണന് നെഞ്ചി കഴിച്ചു പറയാൻ പറ്റും അണ്ണ അനുമോളല്ല ഉദ്ദേശിച്ചത്. അണ്ണ ചുമ്മാ കൊണ അടിക്കല്ലണ്ണ, ഇമ്മാതിരി കൊണ അടിക്കല്ലണ്ണ, നാറെ വർത്തമാനം പറയല്ലണ്ണ. അമ്മയി ചേച്ചിയുടെ കമന്റിൽ തന്നെ ഉണ്ട് നിങ്ങൾക്ക് അനുമോളെടുത്ത് നല്ല ചൊരുക്കുണ്ടെന്ന്. ഞാൻ അനുമോൾ താങ്ങി നടക്കണമെങ്കിൽ നടന്ന, അവർക്ക് പറ്റൂലെന്നാണ് അവർ പറയുന്നത്. എന്നിട്ട് ഇപ്പുറത്തൊന്ന് വീഡിയോ ഇട്ട് പറയുന്നു ഞാൻ അനുമോൾ സെൽഫി സ്റ്റോറി ഇട്ട് എന്താ എന്നുള്ള രീതിയിൽ പറയണേ. അതുകൊണ്ട് നമ്മൾ പറഞ്ഞത് ഇപ്പൊ മനസ്സിലായ
ഞാൻ മൊത്തത്തിലുള്ള PR പറ്റി പറഞ്ഞു. അവിടെയുള്ള എല്ലാവർക്കും PR ഉണ്ടായിരുന്നു. ഓ അങ്ങനെ അങ്ങ് പറയല്ലണ്ണ. അങ്ങനെ അണ്ണൻ എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് അവരുടെയൊക്കെ പേരുകൾ അങ്ങോട്ട് എടുത്ത് പറയുക. പ്രശ്നം തീർന്നില്ലേ? ഇത് അങ്ങൊന്നും തൊടാതെ പറയല്ലേ. ഞാൻ ഒരു വിഷയം സംസാരിക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് കാര്യം വെച്ചങ്ങ് സംസാരിക്കും. അല്ലാണ്ട് ഓ മത്ത എന്നുള്ള രീതിയിൽ നമുക്ക് സംസാരമൊന്നുമില്ല. അത് നേരെ പോരാ, റൈറ്റ്, ഇത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ നമ്മൾ മിണ്ടാതിരിക്കും, ഇത്രയേ ഉള്ളൂ. ചുമ്മാ ഞാൻ മൊത്തത്തിൽ പറഞ്ഞതാണ് PR എന്ന്. ഒന്നാതെ അവർക്ക് ചീത്തപ്പേരാണ്. ഏത് PR. ഈ PR എന്തെന്ന് പോലും അറിഞ്ഞുകൂടാത്ത കുറെ വിവരദോഷികളാണ് PR ബലത്തിൽ ജയിച്ചെന്ന് പറഞ്ഞു കിടന്ന് പറയുന്നത്. ആ കൂട്ടത്തിൽ അണ്ണനും കൂടി പെട്ട് അവിടെ പോയിരുന്ന് സല്യൂട്ട് അടിച്ച പോലെ തന്നെ എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ അമ്മയെ ചേച്ചിയുടെ അടുത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. സത്യം, അമ്മയെ ചേച്ചി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചേച്ചി എനിക്ക് തന്നിട്ടുള്ള പോലത്തെ റിപ്ലൈ എനിക്ക് ജീവിതത്തിൽ ആരും തന്നിട്ടില്ല. ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ ഒരു സ്നേഹം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ചേച്ചി എന്നെ കണ്ണ് തുറപ്പിച്ചു. പക്ഷെ ചേട്ടൻ്റെ റിപ്ലൈ പോരാട്ടോ, ചേട്ടൻ പോരാ, ഗുമ്മില്ല, ഒരു ഗുമ്മുമില്ല. അതിനെ പറ്റിയല്ലേ പറഞ്ഞത്? അതെന്താ ഇത് വീഡിയോ അനുമോളെ പറ്റി പറഞ്ഞാലേ കുറച്ച് റീച്ച് കിട്ടും അല്ലേ? ഓക്കെ ശരി, മനസ്സിലാക്കി കളഞ്ഞു കൊച്ചു കൊള്ളൻ. അമ്പടി ജിജിച്ചാക്കടി എല്ലാം അറിഞ്ഞു വെച്ചോണ്ടാണ് സംസാരിക്കുന്നത്. കൊച്ചു കൊള്ളൻ എന്തൊക്കെയാ. പക്ഷെ അത് പറയുമ്പോൾ ആലോചിക്കുന്ന ഒരു കാര്യം എന്താണ്, വളരെ ആത്മാർത്ഥമായിട്ട് അവിടെ ഈ പറയുന്ന വൈൽഡ് കാർഡ് എൻട്രിയിൽ ഞാൻ കയറിയതിന് ശേഷം മുതൽ അവിടുന്ന് മുതൽ ഞാൻ ഇപ്പോൾ ലാസ്റ്റ് ഒരു വീക്ക് ഫൈനൽ വീക്കിൽ കയറുമ്പോഴും ഞാൻ അപ്പോഴും ഇപ്പോഴും എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും. അതിന് അങ്ങനല്ല എന്നാരെങ്കിലും പറഞ്ഞ അണ്ണ വാഴ കളിയാണ് അവിടെ കളിച്ചിട്ടുള്ളത്. എന്നിട്ട് സ്വന്തമായിട്ട് ഞാൻ മാസാണെന്ന് പറഞ്ഞും കൊണ്ടിരിക്കല്ലേ അണ്ണ. എന്തെങ്കിലും അതിൻ്റെ അകത്ത് കളിച്ച അവിടെ കിടന്ന് ഞാൻ വെജിറ്റേറിയനാണെന്ന് കിടന്ന് വിളിച്ചതല്ലാണ്ട് എന്തെങ്കിലും അവിടെ ഉണ്ടായിരുന്ന പിന്നെ അണ്ണൻ വെജിറ്റേറിയനാണ്. അവിടെ മറ്റുള്ളവർക്ക് ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ ഫുഡ് ഉണ്ടാക്കാൻ പറ്റൂല, എനിക്ക് സെപ്പറേറ്റ് ഞാൻ തന്നെ ഉണ്ടാക്കും എന്നൊക്കെ ആണെങ്കിൽ അങ്ങോട്ട് എന്തോ ഉണ്ടാക്കാനാണ് പോയത്? വീട്ടിൽ നിന്ന് ഫുഡ് ഉണ്ടാക്കി തിന്നുകൊണ്ടിരുന്നാൽ പോരായിരുന്ന? ഇത് ബിഗ് ബോസ് ആണ്. അവിടെ എല്ലാവർക്കും ഒരുപോലെയാണ്. അവിടെ ആർക്കും വ്യത്യാസമൊന്നുമില്ല. പിന്നെ അണ്ണ അവിടെ കിടന്ന് പട്ടി കാണിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലായിരുന്നു. കൂടുതൽ എന്നെ കൊണ്ട് പറയിപ്പിക്കല്ലേ. കനല് കെട്ടിട്ടില്ലെങ്കിൽ കൈ പൊള്ളും. ഞാൻ അനുമോള്, ഷാനവാസ് ഇവർ രണ്ടുപേരുമാണ് എനിക്ക് അവിടെയുള്ള എന്റെ ഫ്രണ്ട്സ്. എനിക്ക് മുമ്പേ അറിയുന്നത്. ബാക്കിയുള്ളവരൊക്കെ എനിക്ക് അവിടെ ചെന്നിട്ട് കണ്ടിട്ടുള്ള പരിചയമാണ്. അപ്പൊ സ്വാഭാവികമായും നമ്മുടെ ഫ്രണ്ട്സ്, ഈ പറയുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഒരു പ്രയോറിറ്റി നമ്മൾ കൊടുക്കില്ലേ? ഓക്കെ അണ്ണ. ബാക്കിൽ എന്തോന്നണ്ണ ഡോളൊക്കെ ഇരിക്കണല്ലേ? ട്രോഫിയാ? ബിഗ് ബോസിന്റെ ട്രോഫി ഇല്ലാത്തതുകൊണ്ട് വേറെ ഏതോ ലൈറ്റ് എടുത്ത് വെച്ചിരിക്കുന്നു തോന്നുന്നു. അതവിടെ ഇരിക്കട്ടെ. നമ്പർ ബാക്കി പ്രയോറിറ്റി അല്ലെങ്കിൽ ആ ഒരു ഇഷ്ടം കൂടുതൽ ഞാൻ എപ്പോഴും അവിടെ കൊടുത്തിട്ടുണ്ട്. അനുമോക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇങ്ങും നെഞ്ചകം ഇത്രയും സ്നേഹമാണ് വാരിക്കോരി കൊടുക്കല്ലേ. താങ്ങാത്തോണ്ട് പറയുക. ഈ പറയുന്ന ഫൈനൽ വീക്കിൽ അവിടെ ചെന്നിട്ട് എല്ലാവരും കൂടി കയറി അറ്റാക്ക് ചെയ്തപ്പോഴും മറ്റേ PR നമ്പർ കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കേസ് വന്നപ്പോഴും ഞാനായിരുന്നു കൂടുതൽ പിന്നെ എന്താ പറയാ അവിടെ പോയിട്ട് അവർക്ക് അതിന്റെ നിജസ്ഥിതി അറിഞ്ഞ് ഓക്കെ ഇങ്ങനെയാണ് അല്ല എന്റെ വീട്ടുകാരുടെ നമ്പർ മാത്രമേ അറിയൂ എന്നൊക്കെ. അണ്ണൻ നില്ലേ അന്നൊക്കെ അണ്ണനെ തന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ, ഇല്ലെന്നൊന്നും പറയുന്നില്ല. പക്ഷെ ഇമാതിരി വന്നിരുന്നു പോക്കെടുത്തന്നെ ഇന്റർവ്യൂ കൊടുത്തിട്ട് അതിൽ ഇൻഡയറക്ട്ലി ഇട്ട് കുത്തിയിട്ട് പോയപ്പോൾ നിങ്ങളെ തനി കൊണം മനസ്സിലാക്കിയിട്ടാണ് നാട്ടുകാരെ എടുത്തിട്ട് പൊങ്കാലിട്ട കൂട്ടത്തിൽ ഞാനും പൊങ്കാലിട്ടത്. എന്നിട്ട് അണ്ണൻ എന്റെ പൊങ്കാല മാത്രം പിടിച്ചില്ല. അതെന്തിനാ അങ്ങനെ ഒരു വർത്താനം? നമ്മളൊക്കെ അങ്ങനെയാ? നിങ്ങളൊക്കെ വലിയ വലിയ ആൾക്കാരല്ലേ? നമ്മളൊക്കെ പാൽക്കുപ്പികൾ. ചേച്ചി പറഞ്ഞാണ് ഞാൻ പാൽക്കുപ്പിയെന്ന്. എന്നിട്ട് ചേച്ചി എന്നെ കളിയാക്കി ചിരിക്കുകയും ചെയ്തു. മോശം, നാണക്കേട്. മിണ്ടൂല, ഇനി നിങ്ങളടുത്ത് ഞാൻ മിണ്ടൂല. അവളെ എൻ്റെ അടുക്കല്ല പറഞ്ഞത്. അത് ഇതൊന്നും കാണുന്നില്ല. ഇതൊക്കെ കണ്ടിട്ട് 24 മണിക്കൂറും നിങ്ങൾ ഈ പറയുന്ന ലൈവ് കാണുന്നുണ്ട് എന്നൊക്കെ പറയുന്ന ആൾക്കാർക്ക് ഇതൊന്നും കണ്ടിട്ടില്ലായിരുന്നു. കണ്ടില്ലണ്ണ, കണ്ടില്ല. എന്തോ കണ്ടില്ല. ഇനി വല്ലതും ചെയ്യാണ്ടാണ് ചെയ്യണ്ണ. എന്തരണ്ണ നിങ്ങൾ ഇങ്ങനെ തുടിക്കുന്നത് ഭുജോ? കഴിഞ്ഞിട്ട് ഞാൻ എന്താ പറയാ എയർപോർട്ടിൽ വന്നിറങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞ ഒരേ ഒരു കാര്യം ഇതായിരുന്നു. പലരും ചോദിക്കുന്നു എന്താണ് അനുമോള് PR കൊടുത്തു. എടോ PR കൊടുത്താലും ജയിക്കാൻ പറ്റില്ല. PR ഇതാ വിവരമില്ലാത്ത കുറെ എണ്ണത്തിന്റെ അടുത്തൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടു. PR മാത്രം കൊടുത്താൽ ജയിക്കാൻ പറ്റില്ല, അവിടെ കോണ്ടന്റ് കൊടുത്താലേ ജയിക്കാൻ പറ്റുള്ളൂ എന്ന്. ആ വിവരദോഷികളുടെ താത്തി ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണേ. ചുമ്മാ നമ്മൾ അവിടെ പോയിട്ട് എന്തെങ്കിലും കണ്ടന്റ് കൊടുത്താൽ മാത്രമേ ജയിക്കാൻ വേണ്ടി അത് ആ രീതിയിൽ നോക്കുവാണെങ്കിൽ അവള് ഡിസർവ് തന്നെയാണ്. അതെല്ലാം ആരെന്ന് പറഞ്ഞൂടെ? ഞാൻ അവിടെ അവർക്ക് കൊടുക്കേണ്ട എന്താ പറയാ ഇമോഷൻസ് എന്തൊക്കെ കൊടുക്കണം. സന്തോഷമുണ്ട്, ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, കരയുന്നതുണ്ട്, ബാക്കി ഫൈറ്റ് ചെയ്യുന്നതുണ്ട്, ടാസ്ക് ചെയ്യുന്നുണ്ട്. ഇത് എല്ലാ കണ്ടന്റുകളും ഒന്നിച്ച് കൊടുക്കാൻ കഴിവുള്ള ഒരു കുട്ടിയാണ് അവള്. അത് അവള് കൊടുത്തുള്ളൂ. ഈ പറയുന്ന അനുമോളെ പുകഴ്ത്തി വിടുകയാണ്. നാടിൻ നന്മകനായി പൊന്മകനായി മുത്താരമ്മ ഇരുട്ടിന് സ്വത്തി വെച്ച് വണ്ടി വണ്ട എന്താ മാതിരി പൊക്കി അടിച്ചു വിടാണ് അണ്ണൻ. ജിഷിനെണ്ണ ഏറെ കയറപ്പോ നൈസായിട്ട് അനുമോളെ സപ്പോർട്ട് ചെയ്തങ്ങ് പിടിക്കുക.
ഇവിടുന്ന് ഈ ബിഗ് ബോസിന് മാത്രമല്ല ഞാൻ അവളെ കണ്ടിട്ടുള്ളത്. നമ്മൾ സ്റ്റാർ മാജിക് ചെയ്യുമ്പോൾ മുതൽ അറിയുന്ന കുട്ടിയാണ്. ആ സ്റ്റാർ മാജിക്കിൽ അവളെ സ്റ്റാർ ആയിട്ട് വന്നത്. ആ ഒരു ഷോയ്ക്ക് എന്ത് ആവശ്യമുണ്ടോ അത് കൊടുക്കാനുള്ള കഴിവ് ആ കുട്ടിക്കുണ്ട്. അപ്പൊ PR കൊണ്ട് മാത്രമല്ല അവള് ജയിച്ചത്, അവൾക്ക് പ്രത്യേക ഒരു ഫാൻ ബേസ് ഉള്ളതാണ്. ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ എവിടെയാണോ ഞാൻ അവളെ കാര്യം പറഞ്ഞത്? കുറച്ച് ഓ ഇപ്പൊ അങ്ങനെയല്ലേ, നിങ്ങൾ തുപ്പി കാണിച്ചിട്ട് ഇപ്പൊ നമ്മളായല്ലേ കുറ്റക്കാര്. അണ്ണ ഇന്റർവ്യൂ കണ്ടില്ല, ഒന്നുകൂടി പോയിരുന്ന് കണ്ടു നോക്ക്. അണ്ണ എന്തെങ്കിലും അടിച്ചിട്ടാണോ ഇന്റർവ്യൂ കാണായിരുന്നു? എനിക്ക് അറിഞ്ഞൂടാ, അതുകൊണ്ട് ചോദിച്ചതാ. എന്തിനാ വിക്കിത്തൊക്കെ കയറി വന്ന് മറ്റോ എവിടെ? അണ്ണൻ പോയ അണ്ണന്റെ വീഡിയോ പോയല്ലോ, തേഞ്ഞല്ലോ. ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ എവിടെയാണോ ഞാൻ അവളെ കാര്യം പറഞ്ഞത്? കുറച്ചൊക്കെ ഉളുപ്പുണ്ട് ഒരു കാര്യം. ഇല്ലെണ്ണ വലിയതായിട്ട് അങ്ങനെ എനിക്ക് ഉളുപ്പില്ല, അതുകൊണ്ടല്ലേ നമ്മളിങ്ങനെ അണ്ണ ഇങ്ങനെയൊക്കെ ഒന്ന് പരിധിയായിട്ട് ഉളുപ്പുണ്ടോന്ന് ചോദിച്ചു. ഞാനിപ്പോ എന്താ പറയാ, എനിക്ക് അത്രയ്ക്ക് ഉളുപ്പൊന്നുമില്ല കേട്ടെ. സത്യമായിട്ട് കൂടെ നിൽക്കുന്നവര് കുത്തിയാൽ മാത്രമേ എനിക്ക് വിഷമം വരത്തുള്ളൂ, അല്ലാണ്ട് എനിക്ക് ഉളുപ്പേ ഇല്ല സീരിയസ്ലി. അപ്പോഴാണ് എനിക്ക് ഉളുപ്പ് വരുന്നത്. ഉളുപ്പ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വിഷമം വരും, അല്ലാണ്ട് എനിക്ക് വിഷമവും ഇല്ല ഉളുപ്പുമില്ല. കാര്യമായിട്ട് ഓർത്തതാ, സത്യം വേണമെങ്കിൽ സത്യമായിട്ട്. അല്ല ഒരു സംസാരിക്കുന്നതിലുള്ള ആ ഒരു സംസാര രീതിയിലുള്ള ചില വാക്കുകളൊക്കെ ഇവരെന്ത് തീട്ട എന്തോന്നടേ പറയും. എന്നാ തീട്ടമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാവിലെ അപ്പിടാനായിട്ട് പോവില്ലേ ക്ലോസറ്റില്, അത് സത്യ, അതാണ് തീട്ട. അതിപ്പോ വലിയ മോശമായിട്ടുള്ള കാര്യമൊന്നുമല്ല. ജീവനുള്ള വസ്തുക്കളിൽ ഉത്ഭവിക്കുന്ന അക്കോർഡിംഗ് ടു സയൻസ് ഡൈജസ്റ്റീവ് സിസ്റ്റം വെൻ ലങ്സിലൂടെ പോയിട്ട് അപ്പുറത്ത് ലങ്സിലൂടെ അല്ലല്ലോ സോറി മറ്റേ ചെറുകുടൽ വൻകുടലിലൂടെയൊക്കെ കയറി കറങ്ങി തിരിഞ്ഞ് പറക്കി അങ്ങോട്ട് പോകുന്ന സാധനം എന്നൊക്കെയാണ് പറയപ്പെടുന്നത് സയൻസ് പരമായിട്ട്. സയൻസിൽ ഞാൻ വീക്കാണ്, കൊമേഴ്സ് ആയതുകൊണ്ടാണ്. അക്കോർഡിംഗ് ടു ബിസിനസ് സ്റ്റഡീസ് എനിക്ക് അതിന്റെ ഡെഫിനിഷൻ അറിയത്തില്ല, എങ്കിലും അതാണ് അതിന്റെ ഒരു ഇത് അത്രേ ഉള്ളൂ, കൂടുതലൊന്നും പറയല്ല. അണ്ണം പറഞ്ഞു കുറച്ചൊക്കെ സഭ്യമായിട്ട് ചെയ്യണോ. ആ ഗോപ്ര മച്ചാനൊക്കെ ഒന്ന് കണ്ട് പഠിക്കും. ഇപ്പൊ ഗോപ്ര മച്ചാൻ മതിയല്ലേ, നമ്മളെ വേണ്ടല്ലേ. ഗോപ്ര മച്ചാൻ നിങ്ങൾ തമ്മിൽ ടൈപ്പിലാണല്ലേ, നമ്മള് പുറത്ത്. പുള്ളിയും എന്നെ വിമർശിച്ചിട്ടുള്ള തന്നെയാണല്ലോ. ഞാൻ എന്തും ഗോപ്ര മച്ചാൻ എവിടെ? അങ്ങേര് വയസ്സാം കാലത്തിരുന്ന് 2 വീഡിയോ ചെയ്യുന്നത് നമ്മൾ ആ റിസൻസിൽ അങ്ങ് എടുത്താൽ മതി. അങ്ങേര് വയസ്സാം കാലത്ത് ചുമ്മാ വന്നിരുന്ന് കാക്കുയി കീക്കി എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നത് അത് നമ്മൾ ആരും കണക്കിലെടുക്കണ്ടെന്നേ. അത് എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് പോട്ടെന്ന്. അങ്ങേരെ പോലെ അത് വിമർശനമൊന്നുമല്ല, ചുമ്മാ അങ്ങും ഇല്ലാതെ കയ്യാല പുറത്തിരുന്നിട്ട് തേങ്ങ ആടുന്ന പോലെ ആടിക്കൊണ്ടിരിക്കും. പക്ഷെ നമ്മൾ അങ്ങനെയല്ല, എടുക്കുന്ന സാധനം അടിച്ചെണ്ണാക്കി തന്നിട്ട് അങ്ങ് പോകും. അത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും. ഇങ്ങനെ ഇത് കേട്ടിട്ട് ഈ പറയുന്ന എന്താണ് അതിൽ ബ്ലോഗിന്റെ ഇത് കേട്ടിട്ട് വേറെ അവന്റെ കുറെ ഫ്രണ്ട്സ് പിന്നെ അതും പറഞ്ഞിട്ട് ആ വീഡിയോ തന്നെ വീണ്ടും റിയാക്ട് ചെയ്യുക. അതെങ്ങനെ? അത് അവര് ഡൗൺലോഡ് ചെയ്തിട്ട് അവരെ ഫോണിൽ സേവ് ചെയ്ത് വെച്ചിട്ട് അവരുടെ ക്യാമറ ഓൺ ആക്കിയിട്ട് അവര് വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യും. അങ്ങനെ മനസ്സിലായോ? അത്രേ ഉള്ളൂ. കണ്ടന്റ് ഇല്ലേ നിങ്ങൾക്ക്? കണ്ടന്റ് ഒക്കെ ഇവിടെ ചാകര പോലെ കിടക്കുന്നത്. സത്യം പറഞ്ഞാൽ നിങ്ങൾ ഈ PR എന്ന് പറഞ്ഞുകൊണ്ട് ഈ ബിഗ് ബോസ് വിട്ടു പോകാത്തോണ്ട് നമുക്ക് ഈ ലൂപ്പിൽ നിന്ന് മാറി ചാടാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ നമ്മൾ നിൽക്കുക. നിങ്ങളൊന്ന് മാറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറെ ചാടി പിടിക്കാൻ. വേറൊരാളുടെ ഇതെടുത്തിട്ട് ഇവൻ ചെയ്തു നോക്കെ റിയാക്ഷൻ വീഡിയോ ചെയ്തു. അപ്പൊ ഞാൻ പറയുന്നത് ഇതിലെ നിങ്ങൾക്ക് പറ്റിയിട്ടുള്ള തെറ്റിദ്ധാരണയെ പറ്റിയാണ്, വെളുപ്പിക്കാൻ വേണ്ടി പറയുന്നത്. അതെ, ഒരു കാര്യം പറയുമ്പോൾ മനസ്സിലാക്കുക. ഒരാൾക്ക് ഹേറ്റേഴ്സ് ഉണ്ടാക്കി കൊടുക്കുക നിങ്ങൾക്ക് ഭയങ്കര എളുപ്പമാണ്. ഒരാൾക്ക് ഹേറ്റേഴ്സ് ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്നത്. അതെ, ഈ പറയുന്ന രേണു സുധിക്ക് ഒരുപാട് ഹേറ്റേഴ്സ് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരാളാണ് നിങ്ങൾ. പുരസ്കാരം തന്നു എനിക്ക്. രേണു സുധിക്ക് ഹേറ്റേഴ്സ് ഉണ്ടാക്കി കൊടുത്തു എന്ന് പറഞ്ഞ് ജിഷിൻ ചേട്ടായി എന്നെ ഇങ്ങനെ പറയണമെങ്കിൽ എന്നെ ഇന്നലെ എന്നല്ല ജിഷിൻ ചേട്ടായി അറിയുന്നത്, അന്നേക്ക് മുതൽ എന്നെ അറിയുന്നുണ്ട്. രേണു സുധിയെ ഞാൻ ഹേറ്റ് വാങ്ങി കൊടുത്തു. എന്റെ പൊന്നെണ്ണ എന്റെ വീഡിയോ കുത്തിയിരുന്ന് കണ്ടു നോക്കുക. അവരെ പറഞ്ഞ പച്ചക്കള്ളങ്ങളെ പൊളിച്ചടിക്കിയതാണ് ഈ അതുലണ്ണൻ. ആരും കാണാതെ പോയി. പറ നിങ്ങളുടേതായ രീതിയിൽ ഈ നെഗറ്റീവ് സ്പ്രെഡ് ചെയ്തിട്ട് എന്ത് കിട്ടാനാണ്? നിങ്ങൾ നെഗറ്റീവ് പറയുന്നു, നമ്മൾ അതിനെ നെഗറ്റീവ് എടുത്ത് നമ്മൾ നെഗറ്റീവ് നാട്ടുകാരിലേക്ക് വീണ്ടും എത്തിക്കുന്നു. ഒന്നും ചെയ്യാനില്ല പ്രത്യേകിച്ച്, അത്രേ ഉള്ളൂ. സ്വയം നെഗറ്റീവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതെ, കുറച്ച് പോസിറ്റീവ് ആയിട്ടുള്ള കൂടി പറയും. അതിന് പോസിറ്റീവായിട്ടെല്ലാം ചെയ്യും എങ്കിൽ ഞാൻ പോസിറ്റീവായിട്ട് പറയാം. അല്ലാണ്ട് ഞാൻ എന്നാ ഗീരത്ത് എടുത്ത് വെച്ചിട്ടാണ് പോസിറ്റീവ് ഉണ്ടാക്കാൻ ജിഷിനെണ്ണ രേണു സുധിനൊക്കെ എന്തൊക്കെ പറഞ്ഞു, എന്തൊക്കെ നെഗറ്റീവ് ആയിക്കോട്ടെ എന്നാ പറഞ്ഞ് എന്തൊക്കെ പറഞ്ഞു. അണ്ണാ ഞാൻ ഉള്ളതാ പറഞ്ഞത്. വീഡിയോ കണ്ടു നോക്ക്. നല്ല ഒന്നാന്തരം പച്ച കള്ളങ്ങൾ കാണിച്ചതിനെ വലിച്ചു കയറി ഓട്ടിച്ച് 6 സ്റ്റിക്കർ ഒട്ടിച്ച് വിട്ടതാ. എന്നിട്ട് ഇപ്പൊ കുറ്റം ഞമക്ക്. അടിപൊളി, ബലേ ബെസ്റ്റ്. കുറച്ച് നെഗറ്റീവ് എനിക്ക് തന്നിട്ട് ഞാൻ കൂടി ഇനി അടുത്ത ബിഗ് ബോസിലും കൂടി കയറാൻ പറ്റുമോ ഞാൻ നോക്കട്ടെ കേട്ടാ.
അങ്ങനെ കയറാൻ പറ്റുമോ? അയ്യോ, എങ്കിൽ ഒരു കാര്യം ചെയ്യും, അണ്ണൻ പോണ്ട, അണ്ണൻ വലിയ ഗുമ്മൊന്നുമില്ല, നമ്മുടെ അമ്മയെ ചേച്ചി വിട്. നെക്സ്റ്റ് ബിഗ് ബോസ് സീസൺ 8 അമ്മയെ ചേച്ചി വിട്. അമ്മയെ ചേച്ചിയാണ് എന്തുകൊണ്ട് അർഹതയുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അമ്മാതിരി ബോൾഡ്നെസ് ആണ് സത്യ. അമ്മച്ചിയാണ് ഞാൻ പോലും മുട്ടുകാലി എന്ന് പറച്ച് അമ്മാതിരി മറുപടിയിൽ എനിക്ക് തന്നു കളഞ്ഞ. ചേച്ചിയാണെങ്കിൽ പുലിയാണ്, പൊപ്പുലിയാണ്. ചേച്ചി എഴുത്തിയ പേഴ്സണലി തന്നെ മെസ്സേജ് ഒന്നാം തരം മറുപടിയാണ്, പക്ഷെ അണ്ണൻ ഗുമ്മില്ലെന്ന്. കാര്യമായിട്ട് അമ്മാതിരി തെറ്റപ്പ. ചേച്ചിയെ പറഞ്ഞോളൂ, ചേച്ചിയാണ് ബിഗ് ബോസ് മെറ്റീരിയൽ, അണ്ണൻ പോരാ. അണ്ണൻ അമ്മച്ചിയാണ്, അണ്ണൻ പോരാ. അണ്ണൻ ചുമ്മാ ഒരുമാതിരി കൊച്ചു പിള്ളേരെ പോലെ വന്നിട്ട് സങ്കടം പറയണ പോലെ എനിക്ക് തോന്നി. അപ്പോൾ ഞാനിത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്റ്റയിൽ ഒരു റിയാക്ഷൻ വീഡിയോ ഇട്ട്, അല്ലെങ്കിൽ ഇടണ്ട, ഞാൻ വിട്ട കേസാണ്. വിട്ട കേസെങ്കിൽ പിന്നെ എന്നാ കീരവത്തിന് അണ്ണ ചെയ്തത്? ഇതെന്ത് അണ്ണ ഇങ്ങനെ? അതിനിടയിൽ അമ്മയെ കണ്ടപ്പം സ്വാഭാവികമായും അവൾക്ക് എന്നെ പറ്റി പറയുന്നത് കേൾക്കുമ്പോൾ ഒരു വിഷമം. എൻ്റെ പാർട്ണറാണ്, അവൾ പറയും, സംസാരിക്കും, പിന്നെ വേറെ ആരാണ് സംസാരിക്കേണ്ടത്? അതെ അതെ അതെ, അത് ന്യായമായിട്ടുള്ള കാര്യമാണ്. അണ്ണൻ്റെ പാർട്ട്ണറാണ്, സംസാരിക്കണം. സംസാരിച്ചു, ആരെങ്കിലും പറഞ്ഞു സംസാരിക്കണ്ടെന്ന്. അവസാനം അതിനുള്ള മറുപടി കിട്ടുമ്പോൾ നിങ്ങൾക്ക് പിന്നെ ഗുരു ഒട്ടിയിട്ട് കാര്യമില്ല. പക്ഷെ ചേച്ചി സ്പോട്ട് മാൻ പീരീഡിലാണ് എടുത്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. ചേച്ചി അതുകൊണ്ടാണ് ഞാൻ എന്തുകൊണ്ടും പറയുന്നത്, ചേച്ചി അടുത്ത സീസണിൽ പോകണം. ചേച്ചി നല്ലൊരു ഒന്നാം തരം ബിഗ് ബോസ് മെറ്റീരിയലാണ്. എങ്കിലേ പുറത്ത് എനിക്കിരുന്ന് 10 പറയാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് സത്യമായിട്ട് അവിടെ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി എനിക്ക് 10 പറയണം. നിങ്ങളുടെ വീട്ടിലുള്ള ആരെങ്കിലും വന്നിട്ട് എനിക്ക് വേണ്ടി സംസാരിക്കും? ഇല്ല, അതിലതില്ല. പിന്നെ നമ്മളെ വീട്ടുകാർക്ക് വേറെ പണിയൊന്നുമില്ല. അണ്ണന് വേണ്ടി സംസാരിക്കും, എനിക്ക് വേണ്ടി പോലും സംസാരിക്കില്ല. പിന്നെയാണ് ഇനി അണ്ണന് വേണ്ടിയിട്ട് സംസാരിക്കും. മറ്റേടത്ത് അവസാനം സംസാരിച്ചു. അതിനിപ്പോ എന്താ കുഴപ്പം? അത് നീ ഏതാണ്? എന്തോന്നടേ അത് തന്നെ അണ്ണ ചോദിക്കളെ, എന്തോന്നടേ അണ്ണ ഇത് ഇങ്ങനെ? എന്തോന്നടേ? ആ തിരക്കിലാണ് ഞാൻ. അത്യാവശ്യം നല്ല തിരക്ക് പിടിച്ച് എനിക്ക് വേറെ വീട്ടിലെ കാര്യങ്ങൾ, എന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഓഹോ, പറയണേട്ടാ നമുക്കൊന്നും തിരക്കില്ല. നിന്നെന്നാ ഓട്ടായിരുന്നെന്ന് അണ്ണൻ അറിയാമോ? അറിയില്ല. അപ്പം നമുക്ക് എല്ലാവർക്കും ഓട്ടം ഉണ്ട്. അണ്ണന് മാത്രമൊന്നുമല്ല. അണ്ണൻ്റെ വിചാരം നമ്മളൊക്കെ വെറുതെ ഇരിക്കണമെന്ന്. രാത്രിയും പാതിരാത്രിയൊക്കെ ഇരുന്നാണ് വീഡിയോസ് മിക്കതും ചെയ്തു വയ്ക്കുന്നത്. രാവിലെയൊക്കെ അതിൻ്റെതായ തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അണ്ണൻ കാര്യങ്ങളും എൻ്റെ വർക്കിന്റെ കാര്യങ്ങളും എല്ലാം കൊണ്ട് ഞാൻ ഓടി നടക്കുക. എനിക്ക് ഇതിനിടയിൽ ഒരു വീഡിയോ എടുത്തിടാനില്ല, എനിക്ക് സമയമില്ല. അതുകൊണ്ടാണ് 13 മിനിറ്റ് 28 സെക്കൻഡിന്റെ വീഡിയോ ഇട്ടിട്ട് എനിക്ക് സമയമില്ലെന്ന്. പിന്നെ അയ്യോ, ലേറ്റ് ആയിപ്പോയി. ഓക്കെ, സോറി. ഇത് ഞാൻ ഇടാൻ, എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇടാൻ വേണ്ടി ഉള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കും കുറച്ച് റീച്ച് കിട്ടിക്കോട്ട്. അങ്ങനെ പറഞ്ഞു. എങ്കിൽ നമുക്ക് അണ്ണ ഇതൊരു ടൈപ്പിലൊക്കെ എടുക്കാം. അണ്ണ ഇങ്ങോട്ട്, ഞാൻ അങ്ങോട്ട്. സെറ്റല്ലേ? അടിപൊളിയല്ലേ? അണ്ണന്റെ ചാനൽ എല്ലാവരും പോയി സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അണ്ണന്റെ ചാനലിന്റെ പേര് ജിഷിൻ മോഹൻ എന്ന് സെർച്ച് കഴിഞ്ഞാൽ തന്നെ ലാലേട്ടനായിട്ട് നിൽക്കുന്ന DP അവിടെ പോയി കഴിഞ്ഞാൽ അണ്ണന്റെ വീഡിയോസ്. ഇപ്പൊ അണ്ണൻ എത്ര ഫോളോവേഴ്സ് ഉണ്ടെന്ന് അണ്ണൻ നോക്കട്ടെ. അണ്ണൻ ഇപ്പൊ എത്ര ഫോളോവേഴ്സ് ഉണ്ട്? 6430 സംതിങ് ഫോളോവേഴ്സ് അണ്ണനുണ്ട്. 6.43K സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അണ്ണൻ പൊളിക്കും. അണ്ണൻ ഇത് കലക്കും. അണ്ണൻ ഇത് തീ പറയില്ലെങ്കിൽ പാറ്റിക്കും. ഒരു കുഞ്ഞ് യൂട്യൂബ് ചാനലുണ്ട്, ജിഷിൻ മോഹൻ അടിച്ചു കഴിഞ്ഞാൽ യൂട്യൂബ് ചാനൽ കിട്ടും. അതിൽ എനിക്കും കുറച്ച് ഇങ്ങനെ നിങ്ങളെപ്പോലെ യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഞാൻ ഈ പരിപാടി നോക്കാത്തതായിരുന്നു. പക്ഷേ നോക്കണം, അങ്ങനെ വിട്ടില്ല. അണ്ണൻ നോക്കണം, ധൈര്യമായിട്ട് നോക്കണം. നമ്മളുണ്ട് അണ്ണൻ. എന്നിട്ട് ഇതുപോലെ എന്തെങ്കിലും കാട്ടാവരാധങ്ങൾ വിളിച്ചു പറയണം, നമ്മൾ അത് വലിച്ചീറി ഒട്ടിച്ച് പാസ്റ്റാക്കി വിട്ടേരും. സന്തോഷമായില്ലേ? നാളെ ഇനി ഞാൻ ഏറി പോകുമ്പം അണ്ണൻ്റെയൊക്കെ സന്തോഷമാണ് ഞാൻ ആലോചിക്കുന്നത്. ഏത് കേസിലെ എവിടെ കൂടി വന്ന ദൈവമേ, അമ്മച്ചിയാണ് ഞാൻ ഏറി പോകുന്നതെന്ന്. ഞാൻ ഏറിപ്പോയി കഴിഞ്ഞാൽ സന്തോഷിക്കാനും ഉറഞ്ഞു തുള്ളാനും എത്ര പേരെന്നറിയുമോ കാത്തിരിക്കുന്നത്. ഇന്ന് മുതൽ ഞാൻ തീരുമാനിച്ചു, ഇനി മുതൽ കുറച്ച് യൂട്യൂബ് കൂടി ഒന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കണം. നല്ല തീരാണ്. നൈസാ കേട്ടോ. റിയാക്ഷൻ വീഡിയോ തന്നെ വാ. പക്കത്താനെ പറയുന്നത് കാളിയുടെ ആട്ടത്തെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ട് കുറച്ച് ഫോളോവേഴ്സിനെ എനിക്കും കൂടി കിട്ടി. ഞാൻ കുറച്ച് വരുമാനം യൂട്യൂബിൽ നിന്ന് ഉണ്ടാക്കണം എന്നുള്ളൊരു അതിന് താങ്ക്സ് കേട്ടോ. ഞാൻ ഇങ്ങനെ ഒരു സ്റ്റെപ്പ് എടുക്കാനുള്ള കാരണം നിങ്ങളൊക്കെ തന്നെയാണ്. താങ്ക് യു. ഞാൻ ഒരു യൂട്യൂബറായി മാറാൻ വേണ്ടി പോവാണ്. ഈ ഷൂട്ടിന്റെ ഒക്കെ തിരക്കിനിടയിൽ പറ്റുമെന്ന് അറിയാം, എന്നാലും ഞാൻ ശ്രമിക്കും. ഓക്കെ. പിന്നെ ഒരു കാര്യം എന്തോ പറയുന്നത്, ഞാൻ എൻ്റെ ഫുഡിന്റെ കാര്യം. ഞാനൊരു വെജിറ്റേറിയൻ ആണ് ബ്രോ. ഞാനൊരു ജനിച്ചപ്പം മുതൽ ഞാനൊരു വെജിറ്റേറിയൻ ആണ്. നില്ല ബാക്കി പറയാം. അതിനുള്ള മറുപടി ഞാൻ തരാം. വെജിറ്റേറിയൻ ആയിപ്പോ എന്ത് ചെയ്യാം? എന്ത് ചെയ്യാനാന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ചിക്കൻ കാലെടുത്ത് കടി. അപ്പം നോൺ വെജിറ്റേറിയനോ? പ്രശ്നം ചെയ്യുന്നില്ലേ? ഈ നോൺ വെജ് കഴിക്കുന്നവർക്ക് അറിയില്ല അതിന്റെ ബുദ്ധിമുട്ട്. അതായത് ഒരു വെജിറ്റേറിയൻസിന്, ഈ പറയുന്ന കാണുന്ന പ്രേക്ഷകരിൽ ഒരുപാട് വെജിറ്റേറിയൻസ് ഉണ്ടാവും. അവർക്കറിയാം ഒരു നോൺ വെജ് വെക്കുന്ന സ്ഥലത്ത് നിന്ന് നമുക്ക് വെജ് കഴിക്കാനുള്ളവർക്കുള്ള ഒരു ബുദ്ധിമുട്ട്. ചിലരുടെ വീട്ടിൽ തന്നെ ചിലർ വെജായിരിക്കും, ചിലർ നോൺ വെജ് ആയിരിക്കും. വീട്ടിലുള്ളവർ അവർക്ക് തന്നെ ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയാണ് ഇത്. അണ്ണാ, ഇത്രയ്ക്ക് ബുദ്ധിമുട്ടായിരുന്നെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ട് സഹിച്ച് അണ്ണ എന്തിന് ബിഗ് ബോസിൽ പോയത്? അവിടെ പോയി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവിടെ അണ്ണന് മാത്രം സെപ്പറേറ്റ് ആയിട്ട് ബിഗ് ബോസ് കൊണ്ട് മറ്റേ വെജിറ്റേറിയൻ സാധനം തരൂല.
അത് അങ്ങനത്തെ ഒരു സ്ഥലമാണ്. അവിടെ പോയി കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ നമ്മൾ സഹിക്കേണ്ടി വരും, സഹിച്ചേ പറ്റത്തുള്ളൂ. അവിടെ പോയിട്ട് കൊണയടി വർത്തമാനം പറഞ്ഞു കഴിഞ്ഞാൽ അവന്മാരെടുത്ത് പഞ്ഞിക്കിടും, പിന്നെ പുറത്ത് കണ്ടുകൊണ്ടിരിക്കണം നമ്മളും എടുത്ത് പഞ്ഞിക്കിടും. എന്നിട്ട് ഞാൻ വീട്ടുകാരനാണെന്ന് പറഞ്ഞ് കൊണയടിച്ചിട്ട് ഒരു കാര്യമില്ല. സീരിയസ്ലി അങ്ങനെ ആയിരുന്നെങ്കിൽ അവിടെ പോകരുത്. ഇത് പോയിട്ട് ഞാൻ വീട്ടുകാരനാണ്, എനിക്ക് പറ്റില്ല, എനിക്ക് വേറെ ചട്ടിയും പാത്രവും കലവും അടുപ്പും വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എവിടെ ന്യായമാണ്? ന്യായം അണ്ണൻ തന്നെ ഉണ്ടാക്കിയില്ല അണ്ണൻ ഇറങ്ങത്തുള്ളൂ എന്ന് പറഞ്ഞാൽ അത് എവിടുത്തെ ന്യായം? മര്യാദയ്ക്ക് ബാക്കിയുള്ളവർ ഉണ്ടാക്കി തരൂലേ? അതുകൊണ്ട് കൂടുതൽ എണ്ണം കൊണ അടിക്കാതാണ്. എന്തിനെണ്ണ ഇങ്ങനെ നമ്മൾ ഇങ്ങനെയാ? ഇതൊക്കെ വലിയ കാര്യമാണോ? ഇതൊക്കെ ലോകത്ത് നടക്കാത്ത കാര്യമാണ്. ലോകത്ത് വെജിറ്റേറിയൻസ് ജീവിക്കാൻ പാടില്ലല്ലോ. അതിനെപ്പറ്റി എനിക്കറിഞ്ഞു കേട്ടോ. അത് നിങ്ങളുടെ ഇഷ്ടം, ജീവിക്കണോ ജീവിക്കേണ്ടത്. അതിൽ ഉത്തരം പറയാൻ, അതിലൊരു മോട്ടിവേഷൻ തരാൻ ഞാൻ ആരും ഇല്ല. ഇതൊക്കെ എന്താണ് നിങ്ങൾ ഇത്ര വലിയ എടുത്ത് കാണിക്കേണ്ട ആവശ്യം? ഈ അണ്ണൻ കാണിച്ച് നമ്മൾ പറഞ്ഞെണ്ണ ഇതെന്തെണ്ണ ഇങ്ങനെ? നമ്മളിപ്പോ കുറ്റക്കാരാ മൊത്തം. മാനിപ്പുലേറ്റ് ചെയ്തിട്ട് ഒരു കാര്യം ഞാൻ യൂട്യൂബിൽ പറഞ്ഞ, അല്ലെങ്കിൽ ഞാൻ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞ കാര്യം കൊണ്ടുവന്നിട്ട് ഇതേപോലെ മാനിപ്പുലേറ്റ് ചെയ്ത് മാറ്റി മറച്ച് പറയുന്ന നിങ്ങളൊക്കെയാണ് ബിഗ് ബോസിൽ പോകുന്നത്. സത്യല്ലേ? അണ്ണ എന്നെ റെക്കമെൻഡ് ചെയ്യണ്ട. നെക്സ്റ്റ് സീസണിൽ ജിഷിൻ അണ്ണൻ റെക്കമെൻഡ് ചെയ്തിട്ട് അതിലണ്ണൻ പോട്ട്, അതിലനിയും പോട്ട്. അണ്ണ റെക്കമെൻഡ് ചെയ്ത് എനിക്ക് പോകാൻ പറ്റിയ ഞാൻ പുറത്ത് വന്നിട്ട് ആദ്യം കണ്ണ അണ്ണനായിരിക്കും. അണ്ണ സത്യം, അണ്ണ റെക്കമെൻഡ് ചെയ്യണ്ണ എന്നെ ഒന്ന്, പ്ലീസ് അണ്ണ എന്നൊന്ന് റെക്കമെൻഡ് ചെയ്ത് വിടണ്ണ. ഞാൻ പോട്ടണ്ണ. എന്തെണ്ണ അണ്ണ ഒന്ന് റെക്കമെൻഡ് ചെയ്യണ്ണ. അണ്ണൻ തന്നെ നമുക്ക് ഇത്ര ഒരു ഇത് തന്നില്ല, അംഗീകാരം. മതി സബാഷ്. എൻ്റെ ഈ ജീവിതം സഫലം, ഈ ജീവിതം പ്രേമഭൂഷം ആ അവസ്ഥയായി. അവിടെ ഞാൻ കുറെ അനുഭവിച്ചു. എന്ന് വെച്ചാൽ ഈ പറഞ്ഞതിനൊക്കെ ഫുഡ് വെജ് കഴിക്കുന്ന അനുഭവമൊക്കെ പീരീഡ്സ് ആയതുകൊണ്ടാണ് കഴിക്കാത്ത. ഞാൻ ഇതെന്താണ് ഞാൻ പറയാത്ത കാര്യം ഇങ്ങനെ ഇവരെ വളച്ചൊടിച്ച് പറയുന്നത്. പിന്നെ ഞാൻ ഇനി വന്നിരുന്നു പറഞ്ഞതാ, ആത്മാവിലെ ആനന്ദമേ ആരാരും കാണാതെ ഞാൻ ആത്മാവായിട്ട് വന്നിട്ട് അതിൻ്റെ തന്ന് കയറിയിരുന്ന് പറയിപ്പിച്ചത്. അണ്ണാൻ പറഞ്ഞത് നമ്മൾ പുറത്ത് പറഞ്ഞു, ഇത്രേ ഉള്ളൂ. അവിടെ വീട്ടിനുള്ളിൽ ഞാൻ അനുഭവിച്ച ഒരു കാര്യമാണ്. ഇവിടെ വന്ന് നോക്കിയപ്പോൾ അതാണ്ടതാ ഈ പറയുന്ന പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ ഇന്റർവ്യൂ കൊടുത്തപ്പോൾ നേരെ ഇതേപോലെ മാനിപ്പുലേറ്റ് ചെയ്ത് പറയും. എന്തിനാ ഷട്ടോ നിങ്ങൾ പറഞ്ഞത് ആഹാ, നമ്മൾ പറഞ്ഞത് ആഹാ. ഇങ്ങനെ ഏറ്റവും ഉണ്ടാക്കി തരുന്നത് ഇതൊന്നും ആക്ച്വലി എന്നെ സംബന്ധിക്കുന്ന കാര്യമല്ല, എന്റെ രോമത്തിൽ പോലും തട്ടുന്ന കാര്യമല്ല. പിന്നെ എന്തിനു വന്നിരുന്നു മോങ്ങണ? രോമത്തിൽ പോലും തട്ടുന്നില്ലേ, പിന്നെ എന്തിരന് വന്നിരുന്ന് മോങ്ങണ്? ചേച്ചി ഒരു സൈഡിൽ മോങ്ങണ്, ചേട്ട ഒരു സൈഡിൽ ഇരുന്ന് മോങ്ങണ്. ഇപ്പൊ നാന്ന പൊട്ടണ. എന്നിട്ട് ഞാൻ എങ്ങനെ അവിടെ ബിഹേവ് ചെയ്തിട്ടുണ്ട് തുടക്കം മുതൽ അവിടെ കയറിയപ്പോൾ വയൽക്കാട് എൻട്രി ആയിട്ട് കയറിയപ്പോൾ മുതൽ ഞാൻ എനിക്കൊരു പേരും കൂടി വീണായിരുന്നു, അനുമോൾ കയ്യേണ്ടത്. കേട്ടിട്ടുണ്ടാവല്ലോ, 24 മണിക്കൂർ ലൈവ് എടുക്കുന്നുണ്ട്, അത് കേട്ടിട്ടുണ്ടായിരുന്നു. ആ പാടെ ഒരു ടാസ്ക് ഏതാ മറ്റേ ഒരു ജ്യൂസിന്റെ ഒരു ടാസ്ക് ഉണ്ടായിരുന്നു. ആ ടാസ്കിൽ നമ്മൾ ക്വാളിറ്റി ചെക്കേഴ്സ് ആയിട്ട് നമ്മൾ തമ്മിൽ രണ്ടുപേരും തമ്മിൽ കറക്റ്റ് എന്ന് വെച്ചാൽ അവിടെ ഗെയിം കളിക്കാൻ പോയത്. ഞാൻ ഫുൾ ടൈം ഉള്ള സപ്പോർട്ട് ചെയ്ത് നിൽക്കാനല്ല പോയത്. എന്തെങ്കിലും ഒരു കാര്യത്തിന് അവർക്കൊരു അണ്ണ ഞാൻ എന്തൊരു പറഞ്ഞു, അണ്ണ എന്തൊരു പറയണ? നമ്മൾ പറഞ്ഞത് പി ഇട്ടിട്ട് ആറിടൂലേ മറ്റേ സാധനം, അതാണ് നമ്മൾ പറഞ്ഞത്. അണ്ണ ഇപ്പൊ എന്തൊരു പറയണ? എനിക്കൊന്നും പിടിയിട്ടില്ല. പട്ടി കുറയ്ക്കണു, ദൈവമേ 11:30 പട്ടി ഭയങ്കര കുറെ എന്തോ ഉണ്ട്. ഒരു വിഷമം വരുമ്പം നമുക്ക് ഒരു ഷോൾഡർ ഒന്ന് സാറില്ല മോളെ വിട് എന്ന് പറയാൻ വേണ്ടി ഒരു ഷോൾഡർ മാത്രമായിട്ടാണ്. അതുകൊണ്ട് ഭയങ്കര സപ്പോർട്ട്. ഞാൻ അവിടെ പോയിട്ട് അനുമോളം തന്നെ സപ്പോർട്ട് അങ്ങനെയല്ലല്ലോ നിൽക്കേണ്ടത്. ഞാൻ അവിടെ ചെന്നിട്ട് എന്റെ ഗെയിം അണ്ണ അതൊന്നുമല്ല നമ്മൾ പറഞ്ഞത്. നമ്മൾ പറയണ അണ്ണ പിയർ ലാസ്റ്റ് ഇന്റർവ്യൂ അതാണ് പറയണത്. അണ്ണ ഇത് എന്തിനു പറയണേ? എവിടെ എത്തി അണ്ണ? ഇതിന്റെ ഇടയിലുള്ള നമ്മുടെ പരസ്പരമായുള്ള വാഗ്വാദങ്ങളും പിണക്കങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നൊക്കെ ആരും ഞാൻ അവിടെ ഒരാളും വീട്ടിൽ പറഞ്ഞ് അങ്ങനെ വെറുപ്പ് മേടിച്ച് വെച്ചിട്ടുള്ള ഒരാളല്ല. ഇത് നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എനിക്ക് തോന്നുന്നു ഏതൊക്കെ വീഡിയോയിൽ പലരും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഞാൻ വെറുപ്പൊന്നും മേടിച്ചിട്ടില്ല. ഒരു കാര്യം വലിയ വെറുപ്പൊന്നും കിട്ടിയില്ല കേട്ടോ. അതിൻ്റെ അകത്ത് ഉള്ളത് പോലും അറിഞ്ഞില്ല, സത്യം. അണ്ണൻ പിന്നെ പുറത്ത് വന്നിട്ട് അണ്ണൻ എന്തൊക്കെ പറഞ്ഞ ആ രീതിയിൽ അണ്ണ നൈസായിട്ട് അങ്ങ് പോയി. അണ്ണ നൈസ് ആയിരുന്നു. പക്ഷെ ഇന്റർവ്യൂ ദാറ്റ്സ് നോട്ട് ഫെയർ. അണ്ണ കുത്തി സത്യമായിട്ട് ഒന്നുകൂടെ കണ്ടു നോക്കല്ലേ ഇന്റർവ്യൂ കാര്യമായിട്ട്. ഇവിടെ പറഞ്ഞ കാര്യം അപ്പുറം പോയി പറയാ, ഇതൊന്നും ഞാൻ ചെയ്തിട്ടില്ല. പലരും അത് അണ്ണ ഇതൊന്നും ചെയ്തെന്ന് ആരും പറഞ്ഞില്ല. അണ്ണ ഈ ലാസ്റ്റ് ഇന്റർവ്യൂ നോക്കണം. അണ്ണ എന്തെണ്ണ ഇത് പറയണത്? നമ്മൾ പറഞ്ഞ എന്തെണ്ണ അണ്ണ പറയണ എന്തെണ്ണ ഇത് കൊള്ളൂല. ഞാൻ ഇല്ലേ കളിക്ക് പറയുന്നത് കണ്ടിട്ടില്ലേ? അപ്പം ഇത് കഴിഞ്ഞിട്ട് ഫൈനലിൽ എന്ന് വെച്ചാൽ ലാസ്റ്റ് വീക്കിൽ പോയിട്ട് കുറച്ച് പേര് എന്ന് വെച്ചാൽ ആദ്യം അനുമോളെ നല്ലോണം താറ്റിച്ച ആൾക്കാർ തിരിച്ചു വന്നിട്ട് കുറച്ച് പേര് പിന്നെ അവർക്ക് പുറത്ത് സപ്പോർട്ട് എന്ന് കണ്ടു കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഫൈനൽ വീക്കിൽ വന്നിട്ട് കുറെ സുഖിപ്പിച്ച് അവിടെ കാര്യങ്ങൾ അവിടെ പോയിട്ട് സംസാരിച്ചും പിടിച്ചും പിന്നെ ഇറങ്ങി കഴിഞ്ഞപ്പോൾ മീഡിയ ഒക്കെ ഇട്ടും ഒക്കെ റീച്ച് പിടിക്കാൻ വേണ്ടി ചെയ്യുന്ന കുറച്ച് പേരുണ്ട്. നല്ല ലക്ഷ്മിയാണെന്ന് തോന്നുന്നു അണ്ണൻ ഉദ്ദേശിക്കുന്നത്.
നല്ലതാ. നെഗറ്റീവ് അടിച്ചിട്ട് പുറത്ത് പോയിട്ട് തിരിച്ചു വന്നിട്ട് പോസിറ്റീവ് ആയി പോയ കുറച്ച് ആൾക്കാരുണ്ട്. അപ്പൊ അവരെയൊക്കെ പറയും. പിന്നെ ഈ പറയുന്ന PR-ന്റെ അവരൊക്കെ പറഞ്ഞു തീർന്ന് വിട്ടിരുന്നു. അപ്പോഴാണ് അണ്ണ ഇങ്ങനത്തെ ഒരു കോണത്തിൽ ഇന്റർവ്യൂ കൊടുത്തത്. പിന്നെ അതെടുത്ത് നമുക്ക് പറയേണ്ട അവസ്ഥ വന്നു. അണ്ണ ഇത് മനസ്സിലാക്കുക, നമ്മുടെ ഒരു മാനസികാവസ്ഥയും കൂടി മനസ്സിലാക്കുക. ഒരുമാതിരി മറ്റടുത്ത വർത്തമാനം മാത്രം പറയാതെ. എനിക്ക് ഇങ്ങനത്തെ ഈ വീട് കേൾക്കുന്ന എനിക്ക് സഹിക്കാൻ പറ്റുന്നത്. പക്ഷെ ഇന്റർവ്യൂവിൽ മൊത്തം ഇരുന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ പീണിയാണെന്ന്. ഒന്ന് PR-ന്റെ ഈ PR എന്ന് പറയുന്നതിന്റെ എന്താ ഞാൻ പറഞ്ഞ കാര്യം എനിക്കൊരു ഭയങ്കര നെഗറ്റീവായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടായതുകൊണ്ട് ഞാൻ പറഞ്ഞു. ഈ PR ഇതേപോലെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഉള്ളത് തന്നെയാണ്. അണ്ണ അങ്ങനെ മൊത്തത്തിൽ പറയാൻ നിൽക്കില്ല കേട്ടാ. അണ്ണ ഉള്ളതുപോലെ എടുത്തങ്ങ് പറയണം. അല്ലാണ്ട് ഞാൻ മൊത്തത്തിൽ പറഞ്ഞു അനിമോളുടെ അല്ല പറഞ്ഞത്. അണ്ണ പേര് പോലും പറഞ്ഞില്ല. അണ്ണ നല്ല കുത്തിയത് ഈ കപ്പടിച്ച രീതിയിലുള്ള സംസാരം തന്നെയാണ് സംസാരിച്ചത്. അതാണ് മനസ്സിലാക്കുക. ചുമ്മാ കൊണ അടിക്കല്ല അണ്ണ. ഞാൻ ഇത് വലിയ ചിരിച്ചിരുന്ന ഈ വീഡിയോ ചെയ്യണം. പക്ഷെ എനിക്ക് ഇങ്ങനെ ഉള്ളിൽ നിന്ന് പൊട്ടയ സാധനം പൊട്ടി വരുക. ചുമ്മാ പൊട്ടിക്കൽ. ഇത് പറഞ്ഞപ്പോ തെറ്റായി പോയ ഓ പറയാം. ഈ PR അല്ലെങ്കിൽ ഈ വോട്ട് മറിക്കൽ ടീംസ് കാരണം വോട്ട് എനിക്ക് മനസ്സിലായി. എന്റെ അന്വേഷണത്തിൽ മനസ്സിലായ കാര്യമാണ്. എനിക്ക് പറയാൻ പാടില്ല. പിന്നെ ഞാൻ പറഞ്ഞത് ഒരു മിസ്റ്റേക്ക് നിങ്ങൾ ചൂണ്ടിക്കാണിച്ചത് ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നു. അത് ഗോപ്രോ മച്ചാൻ വളരെ മാന്യമായിട്ട് പുള്ളിയൊക്കെ ചൂണ്ടിക്കാണിച്ചത്. അതിനോട് ഞാൻ യോജിക്കുന്നില്ല ജിഷിനെ. എന്ന് വെച്ചാൽ ആരും വോട്ട് ചെയ്തിട്ടില്ല എന്ന് പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല എന്ന് പറയുന്നതിൽ ഞാൻ അതിൽ എനിക്ക് ആ പറഞ്ഞതിൽ എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. അതൊരു മിസ്റ്റേക്കാണ്. ഇതിൽ എല്ലാവരും വോട്ട് ചെയ്തിട്ടുള്ളവരുണ്ട്. ഞാൻ ഉദ്ദേശിച്ച ആൾക്കാർ നമ്മുടെ വീട്ടിലുള്ള അമ്മമാര് അല്ലെങ്കിൽ അമ്മയുടെ അമ്മ അല്ലെങ്കിൽ ഇവരൊക്കെ TV-യിലാണ് കാണുന്നത്. ഇവർക്കൊന്നും ഈ ഹോട്ട്സ്റ്റാറിൽ പോയിട്ട് ഹോട്ട്സ്റ്റാർ ഡൗൺലോഡ് ചെയ്തിട്ട് വോട്ട് ചെയ്യുന്ന ആൾക്കാരല്ല. അണ്ണ വീട്ടിൽ തന്നെ ഒന്ന് വിളിച്ച് പറയാതെ എത്ര അമ്മമാരെന്നറിയാമോ അവർക്ക് വോട്ട് അറിഞ്ഞുകൂടെങ്കിൽ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിച്ചെന്നറിയാമോ. അതുകൊണ്ട് കൂടുതൽ വീട്ടിൽ തന്നെ എടുത്ത് വിളമ്പല്ലേട്ടാ. അത് മിസ്റ്റേക്ക് ആണെന്ന് അങ്ങ് പറഞ്ഞിട്ട് പിന്നെ അങ്ങ് കിടന്ന് മെഴുകുക. അയ്യേ എപ്രാച്ച് സുഖമാണല്ലത്. ഈ ഹോട്ട്സ്റ്റാർ ഉള്ളവർ വോട്ട് ചെയ്യുന്നുണ്ട്. അത് എനിക്ക് ചെയ്തിട്ടുണ്ടല്ലോ. ഞാൻ അവരെ പറ്റി ഈ പറഞ്ഞ കാര്യം പറയണോ, ഈ പറയാത്ത കാര്യം എന്തിനാണ് ഈ ഓഹോ ഇപ്പൊ ഞാനായ കുറ്റക്കാരൻ. ഇത് കൊള്ളാമല്ലോ. ഇപ്പം മറ്റേ വെടി വച്ചവനും ഒച്ച കേട്ടവനും മറ്റേ കൊണ്ടവനും കുഴപ്പമില്ല. ഈ ഒച്ച കേട്ട എനിക്കായ പ്രശ്നം. ഇത് കൊള്ളാമല്ല. അത് പറ്റൂല, അത് നടത്തൂല. പറയേണ്ട ആവശ്യം നല്ലത് പറഞ്ഞൂടെ നിങ്ങൾക്ക്? ഇല്ല പോ കുറെ കാര്യങ്ങൾ പറയാണ്ട് എനിക്ക് ഒന്ന് നല്ല തരത്തിൽ നിൽക്കണം. അതിനിടയിലാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പൊ ഈ പറയുന്ന വോട്ട് മറിക്കൽ കാര്യമൊക്കെ ഉള്ളത് തന്നെയാണ്. വോട്ട് മറിക്കലും ഉള്ളതും അതുമൊക്കെ ആണെങ്കിൽ അണ്ണ അത് തെളിച്ച് പറ. ആര് ചെയ്തു? അനുമോള് ചെയ്തോ? ബിന്നി ചെയ്തോ? കട്ടപ്പ ചെയ്തോ? ആര് ചെയ്തു? അത് പറ. അതിനുള്ള ചങ്കൂറ്റം ഇല്ലേ? ചങ്കൂറ്റം ഇല്ലെങ്കിൽ ഇമാതിരി വന്നിട്ട് ആരോപണം ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ട് പോകാൻ നിൽക്കല്ലേ. ഇതെല്ലാം അവരാത് അനുമോളെ പറ്റിയിട്ട് ഉള്ള രീതിയിൽ പറഞ്ഞു വെച്ചിട്ട് അവസാനം ഇപ്പൊ പറയുന്ന അനുമോളെ പറ്റിയിട്ടല്ല നാട്ടുകാരെ പൂരത്തലവുകൾ കിട്ടി തുടങ്ങിയപ്പോ. അണ്ണാ കൂടുതൽ കൊണയടിക്കല്ലേ. ഞാനേ ഒരു കൊണയടി വീരനാണ്. എനിക്കിട്ട് വേറെ കൊണയടിയ. ഈ പറയുന്ന ചൈത്യ ബിൻസി ഇറങ്ങുന്ന സമയത്ത് ബിൻസി ഔട്ടാവുന്ന സമയത്ത് ശൈത്യായിരുന്നു ഔട്ടാവേണ്ടിയിരുന്നത്. പക്ഷെ ശൈത്യനെ അവിടെ നിർത്തിയിട്ട് ബിൻസിനെ ഔട്ടാക്കിച്ചതാണ് എന്ന് ഒരു PR പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്നൊന്നും നിങ്ങൾക്ക് ഈ റിയാക്ഷൻ വീഡിയോ കയ്യിൽ വന്നില്ലേ? അണ്ണ എല്ലാവരും ഒന്ന് കണ്ടുവെക്ക്. ഏത് അപരാധികൾ അപരാധം പറഞ്ഞിട്ടുണ്ടോ എല്ലാത്തിനും ഞാൻ വലിച്ചൊരു നേരത്തെ വിട്ടിച്ചു വിട്ടിട്ടുണ്ട്. ഇറ്റ്സ് മൈ പ്രൊഫഷൻ. അന്ന് പറയാൻ വേണ്ടില്ലേ ഈ ഞാൻ പറഞ്ഞ ഒരു കാര്യത്തിനെ പിടിച്ചിട്ടാണ്. അതും ഞാൻ പറയാത്ത ഒരു കാര്യത്തെ പറ്റി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അണ്ണൻ തന്നെ അതെങ്കിൽ ഒന്നിൽ ഉറച്ചില്ല. ഒന്നീ അണ്ണൻ പറഞ്ഞ കാര്യം അല്ലെങ്കിൽ അണ്ണൻ പറയാത്ത കാര്യം അതെങ്കിൽ ഒന്നിൽ ഉറച്ചില്ല. അണ്ണനെ സ്റ്റാൻഡില്ല. പിന്നെ ഞാൻ എന്നാ പറയണേ? എന്താ പണി വെച്ചെടുക്കേ? ഇങ്ങനെ ആക്കിയിട്ടാണോ റീച്ച് ഉണ്ടാക്കുന്നത്? നാണമില്ലേ മനുഷ്യ നിങ്ങൾക്ക്? ഇല്ല. ഇത് കഴിഞ്ഞ് വേറെ കുറെ നിങ്ങളുടെ വീഡിയോ കണ്ടിട്ട് വേറെ കുറെ കുട്ടി യൂട്യൂബേഴ്സ് വന്നിട്ട് ഇതേപോലെ അണ്ണ എന്നെ കണ്ടിട്ട് വേറെ കുട്ടി അപ്പൊ ഞാൻ വലിയവനെന്നാണ് അണ്ണൻ പറയുന്നത്. ഇടനെഞ്ചിലെ മുറിവാരണം ഇരു കണ്ണിലും മിഴിവേകണം നന്മകൾ പൂക്കുമീ പുലരി തേടി നീ ഉയരണം തനിയെ മിഴികൾ. സന്തോഷമായണ? സന്തോഷമായി. എന്നെ കണ്ട് കുട്ടി എന്ന് പറയുന്നുണ്ടെങ്കിൽ ഞാൻ വലിയവനെന്നല്ലേ അണ്ണൻ പറയാതെ പറഞ്ഞു വന്ന. മതി ഇനി ഒന്നും പറയല്ല. അണ്ണൻ പറ. ഇനി ഞാൻ അണ്ണനൊന്നും പറയില്ല. ഞാൻ അങ്ങനെ രോമാഞ്ചം കൊണ്ട് കൊണ്ടിരിക്കുക. കുറെ തമ്മനയിൽ എന്നിട്ട് ഈ തമ്മനയിൽ കണ്ടിട്ട് കേറി നോക്കിയാലോ ഇതൊന്നും അല്ല നിങ്ങൾ പറയുന്നത്. അണ്ണാ അതങ്ങനെ ഒന്നും പറയല്ലേ. ഇപ്പൊ എല്ലാരും വെക്കട്ടെ. പിന്നെ കുട്ടി വലിയവൻ എന്നുള്ളൊരു ചിന്തയൊന്നും വേണ്ടട്ടാ. ഒന്നീന്ന് തന്നെ
1-ലും 1 കോടിയിലും 1 ലക്ഷത്തിലും ഒക്കെ എത്തുന്നത്. സോ ചെറുതായി കാണരുത്. മറ്റേ ഡോണ്ട് ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ. വേറെ കാര്യം എന്നെ താറടിക്കാൻ എന്നിട്ട് അതിൻ്റെ അടിയിൽ ഇത് കണ്ടിട്ട് കമന്റ് അടിക്കാൻ കുറെ ആൾക്കാർ. അതെ, നന്നായിട്ടുണ്ട്. താങ്ക് യു. പിന്നെന്താണ് അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അതിലെ കുറച്ചൊക്കെ ഉളുപ്പും നാണോ മാനോ ഒക്കെ വേണം ഇതൊക്കെ സംസാരിക്കുമ്പോഴേ. ബാക്കിയുള്ളവർക്ക് റെസ്പെക്ട് കൊടുത്തിട്ട് സംസാരിക്കും. അണ്ണാ ഇതിലെണ്ണ നമ്മളെങ്ങനെയാ നമ്മള് അത് കേട്ടിട്ട് ഒരാൾ വീഡിയോ ചെയ്തത് കണ്ടിട്ട് അതേ വീഡിയോ എടുത്തിട്ട് വേറൊരാൾ കൊണ്ടുവന്നിട്ട് അതിന് തന്നെ റിയാക്ട് എന്നിട്ട് എന്നുവെച്ചാൽ ഇത് കേട്ടിട്ട് ഇവൻ പറയുന്നതാണ് ശരി എന്ന് പറഞ്ഞിട്ട് അല്ലാണ്ട് ചെയ്യും. ഇതുള്ള ഞാൻ മനസ്സിലാക്കിയത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് ചെയ്യാൻ എന്താ പറ്റാത്തത്? നിങ്ങൾക്ക് ഇൻഡിവിജ്വാലിറ്റി. നിങ്ങൾ വേറൊരാൾ കാണുന്ന വീഡിയോ ചെയ്തിട്ട് വന്നിട്ട് വീണ്ടും എടുത്ത് ചെയ്യുന്നത്. ആ ഇൻഡിവിജ്വലായിട്ട് ചെയ്യും. തീർച്ചയായും അതിന് കണ്ടിരിക്കുന്ന തെറ്റുകൾ ഒരാൾ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ നെഗറ്റീവ് സ്പ്രെഡ് ചെയ്താലേ ആൾക്കാരുടെ അറ്റൻഷൻ കിട്ടും എന്നുള്ളതാണ്. പക്ഷെ നിങ്ങൾക്ക് കാണിക്കുന്ന നെഗറ്റീവിനെ പറ്റിയിട്ടൊന്നും പറയാനില്ല, അതിനെ തിരുത്തണമൊന്നുമില്ല. നമ്മളത് സ്പ്രെഡ് ചെയ്യുന്നതാണ് വിഷയം. നല്ലതാ. മോട്ടിവേഷൻ ഓഫ് ദ ഇയർ എൻഡ് 2025. പോസിറ്റീവ് സ്പ്രെഡ് ചെയ്ത് നോക്കൂ, അറ്റൻഷൻ കിട്ടുമെന്ന് നോക്കാം. ഓക്കെ, കിട്ടണില്ല എന്നാ ശരി, നന്നായിക്കോട്ടെ. അപ്പം ശരി, ഐ ആം സൈനിങ് ഓഫ്. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, കാണാം. ഞാനും യൂട്യൂബ് കൊണ്ട് കുറച്ച് വരുമാനം ഉണ്ടാക്കാൻ പറ്റുമോ നോക്കണം. എന്റെ തൊഴിൽ ഇതല്ല, എന്നാൽ ഒരു സൈഡ് വരുമാനം വരുമല്ലോ. ആയിക്കോട്ടെ അല്ലേ? താങ്ക് യു. ഓക്കെ, പിന്നെ ഹാപ്പി, അണ്ണനും ഹാപ്പി, ഞാനും ഹാപ്പി. കൊള്ളാം അണ്ണ. ഇനി ഇതിന്റെ താഴത്തെ കുറച്ച് കമന്റ്സ് ഓടിച്ചു നോക്കാം കേട്ടോ. ഇപ്പൊ തന്നെ ലോങ് ആയി. ചേട്ടാ ആ ഇന്റർവ്യൂവിൽ കണ്ടാൽ മനസ്സിലാവും, അല്ലെങ്കിൽ നിങ്ങൾ തെളിച്ച് പറയണമായിരുന്നു, അല്ലാണ്ട് അങ്ങും ഇങ്ങും തൊടാണ്ട് സംസാരിക്കില്ലേ വേണ്ടത്. കേട്ടല്ല അണ്ണന്റെ കമന്റ് ബോക്സ് ആണ്. ഞാനും എൻ്റെ അമ്മയും ഹോട്ട്സ്റ്റാറിലൂടെയാണ് അനുവിന് വോട്ട് ചെയ്തത്, അല്ലാതെ വീട്ടിലിരിക്കുന്ന അമ്മമാർക്ക് വോട്ട് ചെയ്യാൻ അറിയില്ല എന്ന് പറയരുത്. ഇതൊക്കെയാണ് അണ്ണന് വന്നിട്ടുള്ള റിപ്ലൈകൾ. നിങ്ങൾ തമ്മിൽ ഇതിന്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാകരുത്. അനുമോളെ നിങ്ങളെയും ഇഷ്ടമാണ്. കേട്ടണ്ണ ചോറി വർത്താനങ്ങൾ പറയല്ലേ. ഞാനൊരു വീട്ടമ്മയാണ്. ഒരു 20 വോട്ടിന് മേലെ അനുവിന് വാങ്ങിക്കൊടുത്തു ബ്രോ. എല്ലാവരും എൻ്റെ കുടുംബക്കാര. ജിഷിനെ റീ എൻട്രി സൂപ്പറായിരുന്നു, നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരുപാട് പേര് അനുമോക്ക് വോട്ട് വാങ്ങിക്കൊടുത്തെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. വെവിളിത്തരങ്ങൾ വിളിച്ച് പറയില്ലേ. എന്നെ പറ്റിയിട്ട് ചീത്തയൊന്നും അധികം കണ്ടില്ല, എങ്കിൽ എവിടെയൊക്കെ ഉണ്ട് കേട്ടോ. വെൽ എക്സ്പ്ലെയിൻഡ്. ഓക്കെ, അങ്ങനെയൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്. അണ്ണന് സപ്പോർട്ടുണ്ട്. എന്നെ ചീത്ത പറയാനും കാണും, അത് സ്വാഭാവികം. പിന്നെ ഒരു കാര്യം പറയാം, അണ്ണൻ വലിയ ഫേമസ് മറ്റേ ബിഗ് ബോസ് താരം, സീരിയൽ ആർട്ടിസ്റ്റ് ഒക്കെയാണ്. നമ്മളൊന്നുമല്ല, സാധാരണക്കാരനിൽ നിന്നും സാധാരണക്കാരന്മാർക്ക് പോലും വേണ്ടാത്ത ഒരു സാധാരണക്കാരനായി മാറി നിൽക്കുന്ന ഒരു സാധാരണ പുരുഷനാണ് ഞാൻ. അതുകൊണ്ട് അണ്ണൻ്റെ അത്ര സപ്പോർട്ടൊന്നും നമുക്ക് കിട്ടില്ല, പക്ഷെ നമ്മൾ പറയാനുള്ള പറഞ്ഞിട്ട് പോകും. ഇനി ചേച്ചി ഇന്നലെ പറഞ്ഞ ഒരു ക്ലിപ്പ് ഞാൻ വിട്ടുപോയി. എനിക്ക് സത്യം പറയല്ല, അമ്മേ ചേച്ചി നിങ്ങളാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അണ്ണൻ്റെ റിപ്ലൈ ഒന്നും കൊള്ളൂല. അണ്ണ എന്തിനും ഒരു മെച്ചോറ വർത്താണ്. പക്ഷെ ചേച്ചി തീ പൊളി. അമ്മയാണെന്ന് പറഞ്ഞപ്പോൾ നീ പറയുന്നുണ്ടായിരുന്നു അനുമോളുടെ PR ജനങ്ങളാണെന്ന്, എന്തോ സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന പോലെ. 7 വർഷം അനുമോളോട് വർക്ക് ചെയ്ത ഒരാളാണ് ജിഷിൻ മോഹൻ. ആൾക്കറിയാം 1 മില്യൺ ഫോളോവർ ഉള്ള അനുമോൾക്ക് പ്രേക്ഷക പിന്തുണ ഉണ്ടെന്നുള്ളത്. അത് മനസ്സിലാവാതിരിക്കാനും മാത്രം മന്ദബുദ്ധികളല്ല ഞാനും ജിഷിൻ ചേട്ടനും. മനസ്സിലായോ? ഞങ്ങൾ എന്ത് പറഞ്ഞു എന്നുള്ളതിന് ഞങ്ങൾ ഉത്തരവാദിയാണ്. നീ എന്ത് മനസ്സിലാക്കി എന്നുള്ളതിന് ഞങ്ങൾ ഉത്തരവാദിയല്ല. അത് നിന്റെ മനോധർമ്മം പോലെ ഇരിക്കും. മനസ്സിലായോ? നീ നിന്റെ ഇത് വെച്ചിട്ട് കുറെ പേരുകൾ ഞങ്ങൾക്ക് കിട്ടുന്നില്ലേ, അതെല്ലാം ഞങ്ങൾ തൊട്ടിട്ടില്ല. അതെല്ലാം നിനക്ക് വേണ്ടി തന്നെ അവിടെ വെച്ചിരിക്കുന്നു, നിനക്ക് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. നീ തന്നെ അതെടുത്ത് നീ വെച്ചോ. നീ ഇട്ട പേരൊക്കെ നിന്റെ മനസ്സിലെ ചെളിയാണ്. പിന്നെ നിന്റെ ഭാഷയിൽ ഒരല്പം സംസാരിക്കാതെ പോയാൽ ശരിയാവത്തില്ല. അതായത് ഞങ്ങൾ ഛർദിച്ചതിന്റെ ഉച്ഛിഷ്ടത്തിൽ നിന്ന് പറക്കിയെടുത്ത് അതിൽ നിന്നെടുത്ത കല്ലും നെല്ലും പതിരും വിറ്റ് ജീവിക്കുന്നവനാണ് നീ. എന്നാലും സ്വന്തം പ്രവൃത്തിയോട് ഒരല്പം ആത്മാർത്ഥത, ഒരു തരിക്കൂറ് പുലർത്തണം കേട്ടോ, അല്ലെങ്കിൽ നിലനിൽപ്പുണ്ടാകത്തില്ല. നെവർ നെവർ നെവർ. ചേച്ചി ഈ സ്പോർട്സ്മാൻ ഫിറ്റാണ് എനിക്ക് ആവശ്യം. അണ്ണനെ കുറച്ചുകൂടി ബൂസ്റ്റപ്പ് ചെയ്ത് വിടുക. അണ്ണ ഒരു അതിന് കൊച്ചു നേഴ്സറി പിള്ളേരെ പോലെ വന്നിട്ട് ഒരു മറുപടി ഒന്നും കൊള്ളൂല, ഒരു ഫയറില്ല, ഒരു ഗുമ്മില്ല. ചേച്ചിയാണെങ്കിൽ പുഷ്പ. സത്യം അമ്മച്ചിയാണേ, ഉള്ള കാര്യം പറഞ്ഞ്. ചേച്ചിയുടെ റിപ്ലൈ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, അടിപൊളിയായിട്ടായിരുന്നു. ഉള്ള കാര്യം പറയാമല്ലോ, ഉള്ള പറയണം. പക്ഷെ ചേട്ടൻ ഒരു അണഞ്ഞ തീ പോലെയാണ്. പക്ഷെ ചേച്ചി അങ്ങനെയല്ല, ഫയർ ഉള്ള കാര്യമാണ്. ഇനി നമ്മുടെ ഷാനവാസിക്ക പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, കുറച്ചൊന്ന് കേട്ടോ. PR വർക്ക് ചെയ്ത് എന്ന് പറയുന്നതിൽ ഒരു തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അനുമോളിനെ അംഗീകരിക്കുന്നുണ്ടോ വിജയ്? ഒരു PR കൊണ്ട് മാത്രം ഒരു വിന്നർ ഉണ്ടാവില്ല. ഒരു PR വിചാരിച്ചാൽ മാത്രം ഒരു വിന്നർ. അനുമോളവിടെ കണ്ടന്റും കൊടുക്കണം.
അനുമോൾ അവിടെ കണ്ടന്റ് കൊടുത്തു കഴിഞ്ഞാലാണ് PR ഇവിടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റും, അല്ലെ? അല്ലാതെ അനുമോൾ അവിടെ ഫ്ലാറ്റ് ആയിട്ട് വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ PR ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ അറിഞ്ഞത് പല ആൾക്കാരും കേട്ടതാട്ടോ, എനിക്കറിയില്ല. പല ആൾക്കാരും PR കൊടുത്തിരുന്നു എന്ന് പറഞ്ഞു. അനുമോളുടെ അത്ര കണ്ടന്റ് കൊടുക്കാത്തതുകൊണ്ടായിരിക്കും PR കൂടെ വർക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടായിരിക്കാം അവരെല്ലാരും ആദ്യം എക്റ്റ് പോയത് എന്ന് ഞാൻ ചിന്തിക്കുന്നു. എനിക്കറിയില്ല. PR ഉപയോഗിച്ചതുകൊണ്ട് അത് തെറ്റാണ് എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഇന്ത്യയിലുള്ള പല വലിയ വലിയ രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് വരെ PR വർക്ക് ഉണ്ട്, PR വർക്ക് ചെയ്യുന്നു. അമേരിക്കൻ PR-കളൊക്കെയാണ് നമ്മളെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ കുറെ ന്യൂസുകൾ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോ നമ്മുടെ രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് അതിനുള്ള ശക്തിയും ഇതൊന്നും ഇല്ലാഞ്ഞിട്ടല്ലല്ലോ. അപ്പം അവരുടെ നല്ല കാര്യങ്ങളും അവരുടെ ഇതും എല്ലാം ജനങ്ങളിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു ടീമിനെ ബിൽഡ് ചെയ്യുക, PR വർക്ക് ചെയ്ത് എന്ന് പറയുന്നതിൽ ഒരു തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അനുമോളിനെ അംഗീകരിക്കുന്നുണ്ടോ വിജയ്? ഒരു PR കൊണ്ട് മാത്രം ഒരു വിന്നർ ഉണ്ടാവില്ല. ഒരു PR വിചാരിച്ചാൽ മാത്രം ഒരു വിന്നർ. അനുമോൾ അവിടെ കണ്ടന്റും കൊടുക്കണം. അനുമോൾ അവിടെ കണ്ടന്റ് കൊടുത്തു കഴിഞ്ഞാലാണ് PR ഇവിടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റും. കേട്ടല്ല, വിവരമുള്ളവർ പറയും. അല്ലാണ്ട് വിവരമില്ലാത്ത കുറെ എണ്ണം വന്നിരുന്നു പിയാണ് 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 ഇങ്ങനെ ഇരുന്ന് വിളിക്കും. കൂടുതലൊന്നും പറയാനില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കൊണ്ട് പുതിയൊരു വീഡിയോ ആയിട്ടാണ്.